നിഅമത്ത്, അവൻ നൽകിയ ഈ ഒരു വല്ലാത്ത അനുഗ്രഹം, അത് ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹത്തെ അള്ളാഹു എണ്ണിപ്പറയുമ്പോൾ പോലും അവിടെ അള്ളാഹ് എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇണകളും മക്കളും കുടുംബവും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. ഉദ്ഖുലുൽ ജന്നത അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക നിങ്ങളും നിങ്ങളുടെ ഇണകളും എന്നാണ്. ഇണകളോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ നൂറുകണക്കിന് എണ്ണമറ്റ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹ് ശ്രദ്ധേയമായി എടുത്തു പറഞ്ഞ കാര്യമാണിത്. പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിക്ക് ജീവിക്കുന്ന ഒരു കുടുംബം, അവർ സ്വർഗത്തിൽ അതേ കുടുംബത്തോടൊപ്പം ഹാജരാകാനുള്ള അവസരം അവർക്കുണ്ട് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ ശരിക്കും നമുക്ക് ആ ഒരു അനുഗ്രഹം ബോധ്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സമാധാനകരമായ സന്തോഷകരമായ ഒരു ജീവിതം, ഒരു കുടുംബം, അത് സാധ്യമാകാനുള്ള വഴി ഏതാണ്? ഏറ്റവും പ്രധാനം നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് വിഷയത്തിലും നമുക്ക് ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകേണ്ട ആള്. അള്ളാഹുവെ, നിൻ്റെ പക്കൽ നിന്നാണ്, അൻതസ്സലാം വമിൻകസ്സലാം, അള്ളാഹുവെ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. പടച്ചറബ്ബണ അൽ ബറക്കത്തു മിനല്ലാഹ്, ബർക്കത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു അടുക്കൽ നിന്നാണ്. അതുകൊണ്ടാണ് ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫിൽ ഖൈർ എന്ന് നിക്കാഹിൻ്റെ വേദിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുടുംബം, അതിൻ്റെ ആ ഒരു ഊഷ്മളത, അതിൻ്റെ ഒരു മാധുര്യം, അതിൻ്റെ ഒരു സമാധാനം, അതിൻ്റെ ഒരു സുരക്ഷിതത്വം, അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാ നിലക്കും അനുഭവിക്കണമെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുക തന്നെ വേണം. ഏത് വിഷയത്തിലും ഖൈറും ബർക്കത്തും നൽകുന്ന പടച്ച റബ്ബാണ് നമുക്കത് നൽകാനുള്ളത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, നിൻ്റെ പക്കൽ നിന്നുള്ള ആ ഒരു സന്തോഷം, അത് കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഇണകളിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൺകുളിർമ, നീ നൽകുന്ന ആ ഒരു കൺകുളിർമ എനിക്ക് നീ നൽകണമേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഹബ്ലന എന്നാണ്, പടച്ചോനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർറത്ത് അഅ്യുൻ, അത് പടച്ച റബ്ബാണ് നൽകാനുള്ളത്, അല്ലേ? മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖവും സന്തോഷവും കൺകുളിർമയും നമുക്ക് ലഭിക്കാനുള്ളൊരു ഇടമാക്കി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈയൊരു വൈവാഹിക ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ തന്നെ തരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പടച്ച റബ്ബിനോട് നമ്മളത് ചോദിക്കണം. അത് ഏതിലൂടെയാണ് സഹോദരന്മാരെ കിട്ടുക? ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നുണ്ട്, ലൈസ ശൈഉൻ അഖറു ലിഐനിൽ മുഅ്മിൻ മിൻ അൻ യുറാ സൗജതഹു വ ഔലാദഹു മുതഈന ലില്ലാഹി അസ്സ വജൽ. ഒരു മനുഷ്യൻ്റെ ഇണകളും മക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാവുക എന്നതിനേക്കാൾ വലിയ കൺകുളിർമയുണ്ടാക്കുന്ന വേറൊരു വിഷയമല്ല എന്നുള്ളതാണ്. മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം രാത്രി ഉറക്കമൊഴിച്ച് പകൽ ക്ഷീണം അനുഭവിച്ചപ്പോൾ കൈലൂലയുടെ നേരത്ത് ഉറങ്ങാൻ പോണ സമയത്ത് മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ ഉറങ്ങുകയാണോ? ഈ നേരത്ത് നിങ്ങൾ ഉറങ്ങിയാൽ ആരെങ്കിലും നീതി തേടി വന്നാൽ, ആരെങ്കിലും അയാളുടെ അവകാശത്തിന് വേണ്ടി അവകാശം ചോദിച്ചു വന്നാൽ ആരാണ് അയാൾക്ക് നീതി വിധിച്ചു കൊടുക്കാനുള്ളത്? ഭരണാധികാരി എന്ന നിലക്ക് താങ്കൾ ഉറങ്ങുന്ന ആ ഒരു താങ്കളുടെ ആബ്സെൻസിൽ ഏതെങ്കിലും ഒരാൾക്ക് നീതി കിട്ടാതെ പോയാൽ പടച്ച റബ്ബ് ഏൽപ്പിച്ച ആ ഒരു അമാനത്തിൻ്റെ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനാവുകയില്ലേ എന്ന നിലക്ക് മകൻ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ മുതുകിൽ നിന്ന് നിൻ്റെ ദീനിന് എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് നൽകിയതിന് പടച്ച റബ്ബേ നിനക്കാകുന്നു സർവ്വസ്തുതിയും എന്നാണ്. നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന എല്ലാവിധ സൽഗുണത്തിൻ്റെയും പേരാണ് മതബോധം എന്ന് പറയുന്നത്. മതബോധമുള്ള ഇണ, മതബോധമുള്ള മക്കൾ, മതബോധമുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ തുടങ്ങി ഒരു മനുഷ്യൻ്റെ കർമ്മത്തിലും ആചാരത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും വേഷവിധാനങ്ങളിലും അയാളുടെ ക്രയവിക്രയങ്ങളിലും തുടങ്ങി ജീവിതത്തിലുടനീളം അയാൾ നന്മകൾ പ്രകടിപ്പിക്കുക എന്നതാണ് ദീനുള്ളവരാവുക എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
അതിൻ്റെ തുടക്കം ഈമാനാണ് എന്നത് പിന്നെ ശ്രദ്ധേയമാണ്. ആ ഈമാൻ മുതൽക്ക് ഒരു മനുഷ്യനിലുണ്ടാകുന്ന സകല ഗുണങ്ങളുടെയും പേരാണ് യഥാർത്ഥത്തിൽ ദീനീബോധം എന്ന് പറയുന്നത്. അങ്ങനെ ദീനീബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഈ ഖുർറത്തു അഈൻ എന്ന് പറയുന്ന ആ കൺകുളിർമ ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന ഈ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് എടുത്തു കാണിച്ചു തന്ന കാര്യം എല്ലാ ഖൈറും എല്ലാ ബർക്കത്തും കുടികൊള്ളുന്നത് അള്ളാഹിൻ്റെ ഖുർആനിലും അത് ഉൾക്കൊള്ളുന്ന ദീനിലുമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലും അത് ഉൾക്കൊള്ളുന്ന ദീനിലുമാണ് എല്ലാ ഖൈറും ബർക്കത്തുമുള്ളത്. കിതാബുൻ അൻസൽനാഹു മുബാറക്, ഈ വിശുദ്ധ ഖുർആനിനെ നാം അനുഗ്രഹീതമായ ഗ്രന്ഥമാക്കി ഇറക്കിയിരിക്കുന്നു എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഖുർആനിനേക്കാൾ ബർക്കത്ത് കുടികൊള്ളുന്ന മറ്റൊന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയ ബർക്കത്ത്, അതിൻ്റെ പാരായണവും അതിൻ്റെ പിന്നെ ശ്രവണവും അത് ഉൾക്കൊണ്ടുള്ള ജീവിതവും അതിൻ്റെ പ്രബോധനവും ആ ഖുർആൻ മുഴുക്കും ബർക്കത്ത് നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ ബർക്കത്ത് നിശ്ചയിച്ചത് അതിലേക്ക് നാം കൂടുതൽ കൂടുതൽ അടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൂടെയാണ്, അവൻ സഹായിക്കും എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുഅ്മിനീങ്ങളെക്കുറിച്ചാണ്, മുത്തഖീങ്ങളെക്കുറിച്ചാണ്, മുഹ്സിനീങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പടച്ചറബിന് വിധേയപ്പെട്ട് മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് നല്ല ഒരു ജീവിതം ഇരുലോകത്തും പടച്ചറബ് സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്നത് മതബോധമുള്ളവർക്കാണ്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല എന്നോ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നോ കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല എന്നോ ഒന്നുമല്ല. പ്രവാചകന്മാർക്ക് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഹൃദയം പിടക്കും, കണ്ണുകൾ നിറയും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സമ്പൂർണമായ ഒരു സമാധാനം സ്വർഗത്തിലാണ്. ഇവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കും. എന്നിരുന്നാലും എന്ത് പരീക്ഷണം ബാധിച്ചാലും ഏത് ബുദ്ധിമുട്ടുകൾ ബാധിച്ചാലും എത്തരത്തിലുള്ള പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മെ വേട്ടയാടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകാനും കണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങൾ, ശരീരം കൊണ്ട് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ന് കുടുംബങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം വില്ലനായി കുടികൊള്ളുന്നതും ഇത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ പിന്നെ വരൻ വധുവിനോട് പറയുന്നത് അയാളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച മുഴുവൻ വൃത്തികെട്ട ജീവിതവുമാണ്. വലിയ പ്രതീക്ഷയിൽ താൻ ഏറെ സ്നേഹിച്ച് കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒരുപാട് നല്ല വിചാരങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കേണ്ട ആളുകൾ തൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുപോയ നശിച്ച ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചാൽ അവിടം തന്നെ തൊട്ട് തുടങ്ങുകയാണ് ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ പകരമായി അപ്പുറത്തു നിന്ന് ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുടുംബ പ്രശ്നത്തിൻ്റെയും ഏറ്റവും അടിവേരെന്ന് പറയുന്നത് മതബോധമില്ലായ്മയാണ്. മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. മതം കണിശമായി വിലക്കിയ കാര്യങ്ങളിൽ കാണിക്കുന്ന അലംഭാവവും ഉദാസീനതയുമാണ്. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങൾ കാരണത്താലാണ് കുടുംബത്തിൻ്റെ എല്ലാ അലകും പിടിയും തകർന്ന് നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ദീനീ ബോധമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെ തുടക്കം വൈവാഹിക ജീവിതമാണല്ലോ. അവിടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് കണ്ണിനിണങ്ങുന്ന സൗന്ദര്യമുള്ള ഒരു ഇണ എന്ന് മാത്രമല്ല, മറിച്ച് എന്താണ്? നിങ്ങൾ ദീനിനെ തിരഞ്ഞെടുക്കണം എന്നാണ്. ഫദ്ഫർ ബിദാത്തി ദീൻ. നിന്റെ കൈകൾ മണ്ണാകേണ്ടി വന്നാലും ശരി, നീ ദീനുള്ള ഒരു പെണ്ണിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പുരുഷനെ തിരഞ്ഞെടുക്കുമ്പോഴും അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവൻ്റെ വരുമാനം എന്താണ്, അവൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് എന്നതിന് പ്രസക്തിയില്ലെന്നും നമ്മൾ പറയണില്ല. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും മതബോധമില്ലാത്ത ഒരുത്തന് ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണോണ്ട് ഒരു അർത്ഥവുമില്ല. മറിച്ച് മതബോധമുള്ള ഒരുത്തന് നേരത്തെ പറഞ്ഞതെല്ലാം അല്പം കുറവാണെങ്കിലും ശരി, യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവന് ധന്യത കൊടുക്കുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത ഒരു കേസ്
സാധുവായ ഫക്കീറായ ദീനീബോധമുള്ള ഒരു യുവാവിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് സമൂഹത്തെ ബാധ്യത ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു സംഗതിയിലാണ് പടച്ചോൻ ധന്യത ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും സെലക്ട് ചെയ്യുമ്പോൾ ദീന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ദീനുള്ളവർക്കിടയിലാണ് സമാധാനകരമായ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും, എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും. ഇബ്രാഹിം നബിയും യഅഖൂബ് നബിയും സ്വന്തം മക്കൾക്ക് വസിയത്ത് കൊടുത്ത കാര്യം എന്താ? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്ക് ഇസ്ലാമിനെ തിരഞ്ഞെടുത്ത് മതമാക്കി തന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, അല്ലാഹ് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അത്? അല്ല, ഇസ്ലാം ആകാൻ പറ്റിയെന്ന ആ ഒരു ഭാഗ്യത്തേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളത്? ആ ഭാഗ്യം മക്കളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. അത്രയും അധികം ഇമ്പോർട്ടൻസ് ദീനിനുണ്ട് സഹോദരന്മാരെ. ഇപ്പം നമുക്കൊക്കെ ആദ്യം എന്താണ്? റിസ്ക് അല്ലേ? മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മറ്റ് സംഗതികളെല്ലാം. വിശുദ്ധ ഖുർആൻ റിസ്ക്കിനെ ചേർത്ത് വെച്ചത് ആരാധനയോടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ യുരീദു അൻ യുത്ഇമൂൻ. ഞാൻ നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നിനെയും മനുഷ്യനെയും ഞാൻ പടച്ചു വിട്ടത്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നോ എനിക്ക് റിസ്ഖ് നൽകണമെന്നോ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വചനം നമുക്ക് കാണാൻ സാധിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബിയെ, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരത്തിന് കൽപ്പിക്കണം. താങ്കളുടെ കുടുംബത്തിന് ആരാധനയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി പറയണം. ആ വിഷയത്തിൽ താങ്കൾ അങ്ങേയറ്റത്തെ ക്ഷമിച്ച് അങ്ങേയറ്റത്തെ ക്ഷമ ശീലിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണതാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഞാൻ നിന്നോട് റിസ്ഖ് ചോദിക്കുന്നില്ല. എന്താ അതിൻ്റെ വിശദീകരണം എന്നറിയോ? നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും റിസ്ഖ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. നിന്നെയും നിൻ്റെ കുടുംബത്തിൻ്റെയും റിസ്ഖ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എന്നെ ആരാധിച്ച് എനിക്ക് കീഴൊതുങ്ങി മുന്നോട്ട് പോയാൽ മതി, ബാക്കി പടച്ചോൻ നമുക്ക് തരുന്ന പറയും. സുഹൃത്തുക്കളെ, ഈ റിസ്ഖ് എന്ന് പറയണതൊക്കെ പടച്ചോൻ തരുന്ന സാധനമാണ്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലുണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് എളുപ്പാക്കി തരും. يجعل له مخرجا ومن يتق الله يجعل له من امره يسرا. ആരെങ്കിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. ആരെങ്കിലും അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ദീനി ചിട്ടയിൽ, തഖ്വയിൽ, മതബോധത്തിൽ സൂക്ഷ്മത കാണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം അള്ളാഹ് എളുപ്പമാക്കി കൊടുക്കും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അള്ളാഹ് ഒരു ജനതയെ നശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഞാൻ അവർക്ക് ബർക്കത്തിറക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും പടച്ച റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള സമാധാനത്തിനും അവൻ്റെ പക്കൽ നിന്നുള്ള സഹായത്തിനും അവൻ്റെ സുരക്ഷയ്ക്കും അവൻ്റെ പക്കൽ നിന്നുള്ള ആ ഒരു സെക്യൂരിറ്റിക്കും നമ്മൾ ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അള്ളാൻ്റെ ഒരു വാഗ്ദാനമുണ്ട് ഖുർആനിൽ. ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, ഇത് അള്ളാൻ്റെ ഒരു വാഗ്ദാനമാണ്, അവൻ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. എന്താണ് ആ വാഗ്ദാനം എന്നറിയോ?
മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈമാൻ ഉള്ളവനായിക്കൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃതങ്ങളിൽ മുഴുകുന്ന ആൾക്ക് അള്ള കൊടുക്കുന്ന വാഗ്ദാനം ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം കൊടുക്കാം, നല്ലൊരു കുടുംബജീവിതം, നല്ല മക്കൾ, നല്ല സ്വസ്ഥത, നല്ല സമാധാനം, നല്ല ഇണക്കം. ഇതൊക്കെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഈമാൻ കൈമുതലാക്കി സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്. പറയുമ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ജുമാക്ക് പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും നോമ്പൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈമാൻ ശരിപ്പതെടുത്തുന്നിടത്ത് പലർക്കും അപജയങ്ങളുണ്ട്. പലരും അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതിന് പകരം പല ശക്തികളിലുമാണ് തവക്കുലാക്കുന്നത്. പലരും അത്യാസന്ന ഘട്ടത്തിൽ അള്ളാഹനെ മാത്രമാണ് വിളിക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. എല്ലാ ശക്തികളെയും മറന്നുപോയി മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹനെ മാത്രം വിളിച്ച ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുകയാണ് മുസ്ലിം നാമങ്ങളിൽ അറിയപ്പെടുന്ന ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ. അതുകൊണ്ട് ഫസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. ആ ഈമാനിൻ്റെ വശങ്ങൾ പൂർണ്ണമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ബൈഅത്ത് വാങ്ങി. പിന്നീട് സെലക്റ്റഡ് പേഴ്സൺസിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങി. എന്താ ബൈഅത്ത് വാങ്ങിയത്? നിങ്ങൾ ഒരാളോടും ഒന്നും ചോദിക്കരുത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ മറ്റുള്ളവരൊക്കെ ചോദിക്കേണ്ടി വരും. എന്നിരുന്നാലും ഈമാനിൻ്റെ ടോപ്പ് ദറജ അതാണ്. ചോദ്യം പടച്ചോനോടല്ലാതെ ഒരാളോടും നിങ്ങൾ ചോദിക്കരുതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക കുറച്ച് ടീമിനെ, സ്പെഷ്യൽ ടീമിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. ആ ആൾക്കാരൊക്കെ അതിനുശേഷം ഒട്ടകപ്പുറത്ത് കയറും. അവരുടെ തട്ടം, തലയിലുള്ള തട്ടമോ അല്ലെങ്കിൽ അതിൻ്റെ റിങ്ങോ ഒക്കെ താഴെ വീണാൽ, കയ്യിലൊരു വടിയോ ഒക്കെ താഴെ വീണാൽ അതൊന്ന് എടുക്കോ എന്ന് ചോദിക്കണതിന് പകരം ഒട്ടകത്തുനിന്ന് താഴോട്ടന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഒറ്റയ്ക്ക് അതിൻ്റെ മീതെ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചരിത്രങ്ങളിൽ. അത്രയും അധികം അള്ളാഹനെ മാത്രം അവലംബിച്ച് ജീവിക്കേണ്ട ആൾക്കാർ. എന്ത് ശക്തി, എന്ത് വ്യക്തി, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ആകൂലായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മളാരാ? അപ്പം ഈമാനുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈമാനിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിൽ വലിയ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ലൈഫ് ഇരുലോകത്തും ഓഫർ ചെയ്ത, ദുനിയാവിലും പരലോകത്തുമാണ് ഈ ഓഫർ. അത് പടച്ചോൻ തന്നത് ഈമാനുള്ളവർക്കാണ്. പിന്നെയോ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമുക്കൊക്കെ ഈമാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ രക്ഷപ്പെട്ടോളും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ആ ഈമാനിൻ്റെ അടയാളമാണ് അയാളിൽ ഉണ്ടാകുന്ന സുഹൃതങ്ങൾ. ഈമാൻ ഹൃദയത്തിലല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ ഇസ്ലാമിക വേഷം ധരിക്കണം എന്നൊക്കെ നിങ്ങൾ പറയേണ്ടത്? ഈമാൻ ഉണ്ടായ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകുമ്പോൾ അയാളുടെ വേഷം ഇസ്ലാമികമാകും. ആ ഈമാൻ്റെ കുറവുകൊണ്ടാണ് വേഷം മാറി മാറി വരുന്നത്. മനസ്സിലായില്ലേ? ദീനീബോധമുള്ള ഒരു ഇണയെ വേണം എന്ന് പറയുമ്പോൾ അയാൾക്ക് ദീനുണ്ടോ? അയാളുടെ വേഷം എങ്ങനെയാണ്? അയാളുടെ വേഷം പാൻറ്റും കുപ്പായുമാണ്. ഒരു പെണ്ണിൻ്റെ വേഷം പാൻറ്റും ഷർട്ടും ആണെങ്കിൽ എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞല്ലേ, ദാലിക അദ്നാ യുഅറഫ്ന, അവൾ തിരിച്ചറിയപ്പെടാൻ. എന്ത് തിരിച്ചറിയാൻ? അവൾ നല്ല ദീനീബോധമുള്ള ഒരു പെണ്ണാണെന്ന് തിരിച്ചറിയണം. ഏതിലൂടെ? അവളുടെ വേഷത്തിലൂടെ. ഇപ്പം ഈമാനിൻ്റെ പ്രകടനമാണ് നമ്മുടെ ശരീരങ്ങൾ നിർവഹിക്കുന്നത്. അതല്ലേ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ തസ്ദീഖും ബിൽ ഖൽബ്, ഖൗലും ബിൽ ലിസാൻ, അമലും ബിൽ ജവാരിഹ്. അതാണ് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇതിൻ്റെ പേരാണ് ഈമാൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഈമാൻ എടുത്തു പറഞ്ഞിടത്തൊക്കെ സുഹൃതങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കലാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അബ്റാറുകൾ, പുണ്യവാളന്മാർ, അവർ സുഖാനുഗ്രഹങ്ങളിലാണ്, അവർ നഈമിലാണ്, അവർ അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരാണ്. ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഇമാം നാസിർ സഅദിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, നഈമുൻ ഫി ദുനിയ വ നഈമുൻ ഫിൽ ബർസഖി വ നഈമുൻ ഫി ദാറിൽ ഖറാർ. ദുനിയാവിലും ഖബറിലും പരലോകത്തും
അവർക്ക് സുഖാനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. അടുത്തില്ലെങ്കിലോ അതിൻ്റെ ഒരു പരിക്ക് എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുമ്പോഴൊക്കെയും എൻ്റെ വാഹനത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജോലിക്കാരിലോ അതിൻ്റെ ഒരു പ്രതിഫലനം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമിയായ ഒരു സലഫ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിലക്കുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനൊരു പരിക്കില്ലാണ്ടിരിക്കില്ല. അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാവട്ടെ. അതിൻ്റെ പരിക്കുകൾ എല്ലായിടത്തും എഫക്റ്റ് ചെയ്യും. കുടുംബം തന്നെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, സമ്പത്ത് നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. എല്ലാം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫസാദുകളും ഫിത്നകളും ഉണ്ടാകുന്നതെന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ. അത് എവിടെയും ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എൻ്റെ ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത് അവന് കുടുസ്സമായൊരു ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹ്ക്ക് കീഴൊതുങ്ങി പടച്ച റബ്ബിൻ്റെ പ്രീതിയും അവൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തും അവൻ്റെ പക്കൽ നിന്നുള്ള സഹായവും നേടിയെടുക്കാൻ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ആ സ്വർഗത്തിൽ നമ്മുടെ സുഖാഡംബര ജീവിതത്തിലായിരുന്നു. അവിടുന്ന് പടച്ചോൻ ഭൂമിയിലേക്ക് നമ്മൾ വിടുമ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരാണോ എൻ്റെ ഗൈഡൻസ് പാലിച്ച് ജീവിക്കുന്നത് അവർക്ക് ഒരിക്കലും വഴികേട് സംഭവിക്കില്ല, അവർക്കൊരിക്കലും ദൗർഭാഗ്യം സംഭവിക്കില്ല, അവർക്കൊരിക്കലും ക്ലേശം, അവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർക്ക് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല, ഒരിക്കലും ദൗർഭാഗ്യകരമായ അന്തരീക്ഷങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ അള്ളാൻ്റെ സ്ക്രിപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്, അള്ളാൻ്റെ ഗൈഡൻസാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളെ ഭൂമി കാണുന്ന തന്നെ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക് ആർക്കും അറിയുന്നില്ല അല്ലേ. ഉമ്മൻ്റെ വയറ്റിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിന്. ആ വയറ്റിലാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം ആ സമയത്ത് നമുക്ക് ചിന്ത ഉണ്ടെങ്കിൽ അല്ലേ. എന്നാൽ അതിൻ്റെയും മുമ്പോ അതിനു മുമ്പ് നമ്മളിവിടെ ഇല്ലെന്നെ. ഇല്ലാത്തോടത്തു നിന്ന് പടച്ചോ നമ്മൾ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും ട്രെൻഡുകളും ഫാഷനുകളും മോഡലുകളും ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് മീഡിയകളും അവതാരകന്മാരും അവതാരികമാരും സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ഉണ്ടാകാം. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ അതൊക്കെയാണോ ശരി? അല്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ച് വിട്ട പടച്ചോൻ അവൻ നമുക്കൊരു ഗൈഡൻസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. അതെന്താണ്? അതാണ് ഖുർആൻ. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ഹുദയാണത്, അവർക്കുള്ള വിവരണമാണത്, സത്യാസത്യം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാപിനിയാണത്. പടച്ചോൻ ആ ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതിനെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ദീന് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മക്കൾ. എല്ലാവരുടെയും ലക്ഷ്യം പടച്ചോൻ്റെ ഇഷ്ടം നേടുക, പടച്ചോൻ്റെ സ്വർഗം നേടുക. അതായിരുന്നാൽ അതിൻ്റെ ഒരു ഖൈറും ബറക്കത്തും നമുക്ക് ഇരുലോകത്തും ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു. ആരുടെയെങ്കിലും ഉദ്ദേശം ആഖിറത്തായാൽ അവൻ്റെ കാര്യം അല്ലാഹ് ഒരുക്കൂട്ടി കൊടുക്കും. അവൻ്റെ കണ്ണിന് മുന്നിൽ അല്ലാഹ് ധന്യത ഇട്ട് കൊടുക്കും. അവനെ തേടി ദുനിയാവ് ഇങ്ങോട്ട് വരും. എന്നാൽ യാതൊരാളുടെ ഉദ്ദേശം പരലോകമാണോ ദുനിയാവാണോ അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹ് ചിന്ന ഭിന്നമാക്കും. അവൻ്റെ ഉള്ളിൽ എപ്പോഴും ടെൻഷനായിരിക്കും, അസ്വസ്ഥതയായിരിക്കും, ദുനിയാവിനെക്കുറിച്ച് ഓർത്തുള്ള ആ ഒരു ഭീതിയായിരിക്കും. അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ധന്യത എന്നുള്ള സാധനം ഊരിയെടുക്കും. ഫഖർ, ദാരിദ്ര്യം അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കും. അവൻ ദുനിയാവിന് വേണ്ടിയിട്ട് എത്ര ഓടിയാലും അവൻ വിചാരിച്ച പോലെ ആവൂല. പടച്ചോൻ നിശ്ചയിച്ച ആ ഒരു നിശ്ചിത സംഗതി മാത്രമേ അവന് കിട്ടുള്ളൂ. അപ്പോൾ ആഖിറം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി, ദീനിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും അള്ളാഹ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഖൈറും ബർക്കത്തും നിർണ്ണയിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ
അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കുണ്ടാവും, നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, തഫറഅ ലി ഇബാദതി അംല സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക. നിങ്ങൾ എനിക്കുള്ള ഇബാദത്തിൽ വ്യാപൃതരാവണം. ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതാ. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറക്കും, നിങ്ങൾക്ക് നേരെയുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കും. നിങ്ങളങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ധന്യതയ്ക്ക് പകരം ഫഖർ അതിട്ട് തരും, നിങ്ങൾക്കെതിരെയുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കുകയുമില്ല എന്നാണ്. അപ്പോൾ എല്ലാറ്റിനുമുള്ള ഏറ്റവും വലിയ സബബ് എന്ന് പറയുന്നത് ദീൻ തന്നെയാണ്. എല്ലാ ഹൈറും ബർക്കത്തും കുടികൊള്ളുന്ന ദീനിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എവിടെയാണ് അസ്വസ്ഥതയുള്ളത്, ഏത് വിഷയത്തിലാണ്. മാനസികമായിട്ട് അസ്വസ്ഥത നേരിടുന്ന ആൾക്കാർ മനസ്സിലെ ചിന്തകളെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവൻ്റെ ആലോചനകളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കണം. അവിടെയൊക്കെ റോങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലാതെ ഒരു മനസ്സ് വെറുതെ അസ്വസ്ഥമാവില്ല. ശാരീരികമായ പ്രയാസങ്ങൾക്കൊരു കാരണം, ഒരു സിംറ്റംസ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാവും. വെറുതെ ഒരു പ്രശ്നം ഒരാളെടുത്തൊന്നും ഉണ്ടാവില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഓക്ക് എന്നെ ഡൗട്ടാണ്, അതാണ് ആകെ പ്രശ്നം, ഞാനെല്ലാം ഓക്ക് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യനോട് സംസാരിച്ച് നോക്കുമ്പോഴാണ് ഡൗട്ടിന് ഉതകുന്ന അശ്രദ്ധ ഇയാളെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ തിരിച്ചുണ്ടായിട്ടുണ്ട്. മക്കൾ പറയും, എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ ഇഷ്ടമല്ല, വീട്ടിൽ ആകെ ഒരു ഉമ്മയുള്ളത്, പിന്നെ അവനാണുള്ളത്, പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, പിന്നെ ഉപ്പ ഗൾഫിലാണ്, ആ വീട്ടിൽ ആകെ ഒരു ഉമ്മയാണുള്ളത്. അവിടെ ഉമ്മനെ പരമാവധി സന്തോഷിപ്പിച്ച് രണ്ടുപേരും സ്വസ്ഥമായി സുഖകരമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട പകരം എനിക്ക് ആ വീട്ടിൽ കയറി ചെല്ലാൻ ഇഷ്ടമല്ല പറയും. എന്തേ? ഉമ്മൻ്റെ സ്വഭാവം ശരിയല്ല. ഉമ്മൻ്റെ സ്വഭാവം എങ്ങനെ ശരിയല്ലാതായി? അതിന് ഇവിടെ വല്ല പങ്കുണ്ടോ? പങ്കുണ്ട്. ഉമ്മക്ക് കുറവുകളുണ്ടാകാം. ഉമ്മക്ക് ഒരു പക്ഷേ നമ്മുടെ സൈക്കോളജി മനസ്സിലായില്ലെന്ന് വരാം. നമ്മുടെ ജനറേഷൻ്റെ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് പഠിക്കാനും അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്നും അറിയാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെയായിരുന്നാലും ഉമ്മയാണ്. ആ ഉമ്മയെ വെറുക്കുന്നെങ്കിൽ, ഉമ്മ വെറുപ്പിക്കുന്നെങ്കിൽ അതിനൊരു കാരണം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കാം. അപ്പം ഒരു പ്രശ്നമില്ലാണ്ട്, എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ആ കാരണത്തെ ചെറുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അധിക പ്രശ്നങ്ങളുടെയും കാരണം ഈ മതബോധമില്ലായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് വീട്ടിലേക്ക് ഒരു പിന്നെ ഫ്രണ്ടിന് കയറി വരാവുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അതിനൊരു ലിമിറ്റുണ്ട്. കുടുംബത്തിൽ തന്നെ അന്യരായ ആൾക്കാരുണ്ട്, അവർക്ക് കയറി വരാൻ തന്നെ ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇയ്യാക്കും വദ്ഖൂലു അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുള്ളിടത്തേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹമു ആണെങ്കിലോ, അതായത് സ്വന്തം ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോ അല്ലെങ്കിൽ സ്വന്തം ഇക്കാക്കയുടെ അനിയൻ്റെ ഭാര്യമാരോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കയറുന്നതെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്, മരണമാണ്, സൂക്ഷിക്കണം. അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളുടെ കാര്യത്തിൽ പോലും സൂക്ഷ്മത കാണിക്കണമെന്ന് പറഞ്ഞ മദാനിയായികൾ പുറത്തുള്ള ആളുകളുടെ കാര്യത്തിൽ ഉദാസീന സമീപനം സ്വീകരിച്ചപ്പോൾ ആർക്കും കയറി വരാനും ആർക്കും ഇടപെടാനും ആർക്കും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനും ഒക്കെയുള്ള ഫ്രീഡം, ഞങ്ങൾ അങ്ങനെയാണ്, പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ അതിന് കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ കുടുസമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ലിബറലായി ചിന്തിച്ചപ്പോൾ എന്താ ഉണ്ടായത്? പ്രശ്നമായില്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾ ഫ്രണ്ട്സാണ്, നിങ്ങൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് പെങ്ങളെ തോളിൽ കൈയിട്ട കുഴപ്പമില്ലല്ലോ, പെങ്ങളെ മടിയിൽ നിന്നാൽ കുഴപ്പമില്ലല്ലോ. ആ പെങ്ങൾ ബന്ധം തുടങ്ങി പിന്നീട് ആ ബന്ധത്തിൻ്റെ ആ കോൺസെപ്റ്റിന് ഒരിക്കലും യോജിക്കാത്ത ആങ്ങളെയും പെങ്ങളും മോശപ്പെട്ട ബന്ധത്തിൽ ഏർപ്പെടില്ലല്ലോ, പെങ്ങളെ ഗർഭിണിയാക്കൂലല്ലോ. അതും ആക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരാണ് പുരോഗമനവാദികൾ. അതിനുള്ള സിനിമകളുടെ തിരക്കഥകളെല്ലാം കഴിഞ്ഞ് അതൊക്കെ പുറത്തു വരാൻ പോവാണ്. സ്വർഗാനുരാഗിയുടെ സിനിമ ഇറങ്ങി, ഇനി സ്വന്തം പെങ്ങളെ പ്രണയിച്ച് സ്വന്തം പെങ്ങളുമായിട്ട് അനാവശ്യത്തിൽ മുഴുകുന്ന സിനിമയാണ് പുതുതലമുറക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഒരു ഭാഗത്ത് മദ്യത്തിനെതിരെയും അനാവശ്യങ്ങൾക്കെതിരെയും വാതോരാതെ സംസാരിക്കുമ്പോൾ
മറുഭാഗത്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും അടിച്ചിറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിച്ചാലോ അത് തനതായ രീതിക്ക് കൈകാര്യം ചെയ്യാനും തടയാനുമുള്ള ശേഷി ഉണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. തടയാൻ കഴിയുമെന്നും കട്ട് ചെയ്യാൻ കഴിയുമെന്നും തെളിയിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോഴേ നമ്മൾ ഇടപെടുള്ളൂ എന്ന് കാണിക്കുന്ന രീതിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തും പറഞ്ഞു വരുന്നത്. ഏതൊരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണമെന്ന് പറഞ്ഞോ ആ ദീനിൻ്റെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തുന്നതിൻ്റെ ദുരന്തമാണ് കുടുംബജീവിതങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും മക്കൾക്കും മാതാപിതാക്കൾക്കിടയിലായിരുന്നാലും എല്ലാ രംഗത്തും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് പ്രാധാന്യം കൊടുത്ത് പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ പാലിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ മാറ്റിവെച്ച് ദീനുള്ളവരായി മാറുക എന്നുള്ളതാണ്. അള്ളാഹ്ക്കുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കുള്ളത് പടച്ച റബ്ബ് തരും. ആ ഒരു സംഗതി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബസമേതം മതത്തിലേക്കൊരു തിരിച്ചുപോക്ക് അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അവിടെ നിസ്കാരം നടക്കണം, വീട് ഖിബിലയായിരിക്കണം, അവിടെ ദിക്റുണ്ടായിരിക്കണം, അവിടെ ദുആ ഉണ്ടായിരിക്കണം, ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടായിരിക്കണം, പരസ്പരം ദീനിന് വേണ്ടി സഹായിക്കണം. അല്ലേ? ഏറ്റവും നല്ല ഭർത്താവ് ആരാ? ഭാര്യ ഉറങ്ങുമ്പോൾ വെള്ളം തെളിച്ച് വിളിച്ചുണർത്തിയ ഭർത്താവ്. ഏറ്റവും നല്ല ഭാര്യ ഭർത്താവ് ഉറങ്ങുമ്പോൾ വെള്ളം തെളിച്ച് രാത്രി നിസ്കരിക്കാൻ, സുബഹിക്കല്ല, രാത്രി നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തിയ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. റഹിമല്ലാഹു റജുലൻ വറഹിമല്ലാഹു ഇംറഅതൻ. എന്താണ്? ദീന് അത് സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഭാര്യ ഭർത്താവ്. അല്ലേ? ഏറ്റവും നല്ല പിതാവ് സ്വന്തം മക്കളുടെ, സ്വന്തം ഇണകളുടെ, സ്വന്തം കുടുംബത്തിൻ്റെ ദീന് ശ്രദ്ധിക്കുന്ന ആളാണ്. ഏറ്റവും നല്ല മാതാവ് സ്വന്തം കുടുംബത്തിൻ്റെ ദീന് ശ്രദ്ധിക്കുന്ന ആളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയാണ്. അല്ലേ? എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം, രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, ഈവനിങ് എന്തുണ്ടാക്കണം, അതൊക്കെ നമുക്ക് നല്ല ശ്രദ്ധയാണ്. കുട്ടികൾ ഏത് കോഴ്സ് പഠിക്കണം, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, അല്ലേ, ഭാവിയിൽ എന്തായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ദീന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ദീന് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ഉണ്ടാവുന്ന സംഗതി വെച്ചാൽ ശൈത്താൻ ഇറങ്ങിപ്പോകും. ഒരു നിക്കാഹ് ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് ശൈത്താനും ടീമും മീറ്റിംഗ് കൂടെ ഉണ്ട്. ഈ നിക്കാഹ് കഴിഞ്ഞ ഈ ഭാര്യനെയും ഭർത്താവിനെയും എങ്ങനെ തമ്മിലടിപ്പിക്കാൻ എല്ലാ ദിവസവും പിശാചും കൂട്ടരും ഇബ്ലീസും സംഘവും മീറ്റിംഗ് കൂടുണ്ട്. അവരോരോ ദിവസം പഴപ്പിച്ച ആളുകളുടെ കണക്ക് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ഒരു ശൈത്താൻ വന്നിട്ട് പറയും, ഞാൻ ഒരു ഭാര്യനെയും ഭർത്താവിനും തമ്മിൽ തെറ്റിച്ച് അറിയും. അപ്പോൾ ഇബ്ലീസ് ഓനങ്ങോട്ട് വിളിച്ചിട്ട് സദസ്സിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് വരിക അറിയില്ലേ, അതെല്ലാവരും പറയില്ല, ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ കച്ചറുണ്ടാക്കിയ ആളെ നിങ്ങളിങ്ങോട്ട് വരി എന്നിവിടെ മുന്നിക്ക് വിളിച്ചിട്ട് അയാളെ ആലിംഗനം ചെയ്തിട്ട് അയാളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ബാക്കി ശൈത്താന്മാരോട് പറയും ഇവനെ കണ്ട് പഠിച്ചണം. കാരണം എന്താ? ഒരു ഭാര്യനും ഭർത്താവിനും തമ്മിൽ ധരിച്ചാൽ ഒരു ലോങ് ലൈഫ്, ഒരു തലമുറനെ തന്നെ നശിപ്പിക്കാമെന്ന് ശൈത്താനല്ലോ അറിയാം. ആ ശൈത്താൻ്റെ അജണ്ടയാണെന്ന് പലരും ഏറ്റെടുക്കണേ. കുടുംബമെന്ന ആ സംവിധാനം വേണ്ടാന്നും കുടുംബത്തിൻ്റെ ആവശ്യമില്ലെന്നും കല്യാണം ഭാരമാണെന്നും കല്യാണം കഴിച്ചാൽ പിന്നെ നീ ഭർത്താവിൻ്റെ അടിമയാണെന്നും. ആണുങ്ങളെക്കുറിച്ച് അധികം ആരും പറയില്ല. ഈ രാവിലെ നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തിട്ട് ആ പൈസക്ക് സാമാനം വാങ്ങി പരി കൊണ്ടിട്ട് കൊടുക്കണ ആണുങ്ങളെ നിങ്ങൾ എന്തിനാണ് വെറുതെ കാശുണ്ടാക്കിയിട്ട് കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് ചിലവാക്കണമെന്ന് ചോദിക്കുന്നത് വരെ കേൾക്കല്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമില്ലാത്തതുകൊണ്ടേക്കും അറിയില്ല. എന്തായിരുന്നാലും കുടുംബത്തെ നശിപ്പിക്കാൻ, അതും സ്ത്രീകളിലാവുമ്പോൾ അവിടെയുള്ള റീപ്രൊഡക്ഷൻ നടക്കണേ. അല്ലെ? ഒരു സ്ത്രീയെ പഴപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളൊക്കെ പഴപ്പിക്കാമല്ലോ. ഇനി അതിൽ നിന്നുണ്ടാവാനുള്ള കുട്ടികളൊക്കെ ആ വരവൊക്കെ തടയാലോ. അതുകൊണ്ടായിരിക്കണം അല്ലാഹു ആലം. ഏതായിരുന്നാലും പിശാചിൻ്റെ അജണ്ട ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ദീന് വീട്ടിനകത്തുണ്ടാവുമ്പോഴാണ് ശൈത്താൻ അവിടെ നിന്ന് പോവുക. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബിസ്മി ചൊല്ലി വീട്ടിൽ കയറുക, ബിസ്മി ചൊല്ലി വീട്ടിൽ കയറുക. വീട്ടിൽ വന്ന ഒരു സമാധാനമില്ല, എപ്പോഴും പ്രശ്നമാണ്, മര്യാദക്കൊന്നും നമുക്ക് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആരാ വീട്ടിൽ ലാസ്റ്റ് കയറി വരുന്ന ആൾ? നമ്മളല്ലേ? എങ്ങനെ കയറിയെന്ന്? ആ അങ്ങാടിയിലെ മുഴുവൻ ശൈത്താന്മാരെയും കൂട്ടിയിട്ട് വരി കയറി വരുന്ന ആൾക്കാരുണ്ട്.
ഒന്ന് സലാം പോലും പറയാതെ, ഒന്ന് ബിസ്മി പോലും ചെല്ലാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലിക്കയറാൻ പറഞ്ഞു. എന്തിനാ? ബിസ്മി ചൊല്ലിക്കയറുമ്പോൾ ശൈത്താൻ പറയും, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണവുമില്ല, ഇവിടെ താമസവുമില്ല. അത് ശരി, അപ്പോൾ നിങ്ങളെ ഫുഡും താമസമൊക്കെ നമ്മളെ വീട്ടിലേനി? റസൂൽ അതാ പറഞ്ഞത്, ശൈത്താന്മാരെ താമസം അവരുടെ ഫുഡൊക്കെ വീട്ടിൽ കൊടുക്കണ സൽക്കരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഡെയിലി സൽക്കാരം നിർത്തുന്ന ആൾക്കാരുണ്ട്. ബിസ്മി ചെല്ലുമ്പോഴാണ് ലോക്കാവുക, അത് ക്ലോസ് ആവുക. സലാം പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർക്കൊക്കെ സലാം പറയും, വീട്ടിൽ കയറുമ്പോൾ മിണ്ടാതെ കയറും. നിങ്ങളിവിടെ ഉണ്ടായി നോക്കും, അവിടെ കാണുക അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും. മക്കളും പിന്നെ പിതാവും സലാം പറയില്ല, ഭാര്യയും ഭർത്താവും സലാം പറയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ആൾക്കാർ വരെ ഉണ്ട്. മിണ്ടാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സറിയാം? ഓനക്ക് ഉസാറായിട്ട് പോകുന്നുണ്ട്, ഓൻ അവിടെയാണ് പഠിക്കണത്, ഓൻ എത്രയാണ് മാർക്ക്, ഇതൊക്കെ പറയും. നിങ്ങൾ തമ്മിൽ എത്ര മുണ്ടിയിട്ട്, നിങ്ങൾ തമ്മിൽ എത്രയൊന്ന് തൊട്ടിട്ട്, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാ? അല്ല, അതുകൊണ്ട് സലാം പറഞ്ഞ് കുടുംബത്തോട് സലാം പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കുടുംബത്തിന് ഖൈറാണ്, റഹ്മത്താണ്. ദീനിനെ സംസ്ഥാപിക്കുക. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഇഖ്റഉ അസ്സഹറാവൈനി, നിങ്ങൾ സഹറാവൈനി അൽ ബഖറ ആലു ഇംറാൻ ഓതണം. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ കബറിനെ, നിങ്ങളുടെ വീടിനെ നിങ്ങൾ കബറാക്കരുത്. എന്തേ? കബറിങ്ങ കത്തപ്പുര കെട്ടിയിട്ട് ഖുർആൻ ഓതുന്ന പരിപാടി ഇസ്ലാമിലില്ല. എന്നാൽ ഖുർആൻ ഓത്ത് എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. അവിടെ വെച്ച് നിങ്ങൾ ഖുർആൻ ഓതണം. എന്തേ? ഖുർആൻ ഓതിയാൽ, അൽ ബഖറയും ആലു ഇംറാൻ ഓതിയ ശൈത്താൻ അവിടെ നിന്ന് ഇറങ്ങിയോടും അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അൽ ബൈത്തുല്ലദീ യുദ്കറു അല്ലാഹ ഫീ വല്ലദീ ലാ യുദ്കറു അല്ലാഹ ഫീ, അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കാത്ത വീട്, അല്ലാഹുവിനെക്കുറിച്ച് സ്മരിക്കാത്ത വീട് ഏതുപോലെയാണ്? മയ്യിത്ത് പോലെയാണ്, ജീവല്ലാത്ത വീടാണ്. അള്ളാനെ ഓർക്കുന്ന വീട് അത് ഹയ്യാണ്, അള്ളാനെ ഓർക്കാത്ത വീട് മയ്യത്താണ്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഭക്ഷണം കഴിച്ചാലുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, അതൊക്കെ വിസിബിളായിരിക്കണം നമ്മളെ വീട്ടിൽ. ആ വീട്ടിൽ പ്രാർത്ഥനയും ദിക്റും ദുആയും നടക്കണം. അദ്കാറു സബാഹ് വൽ മസാ പീസ് റേഡിയോ പ്ലേ ചെയ്ത് വെച്ച രാവിലെയും വൈകുന്നേരവും നമുക്കതിൻ്റെ കൂടെ ചൊല്ലാൻ പറ്റും. അവിടെയുള്ള എല്ലാവരും ദിക്റ് ചൊല്ലുന്നവരാകണം, നിസ്കരിക്കുന്നവരാകണം, സുന്നത്ത് നിസ്കരിക്കുന്നവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കരിച്ചാൽ വീട്ടിലേക്ക് ഒരു ഓഹരി മാറ്റി വെക്കണം. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള നമസ്കാരത്തിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്ന് നിർവഹിക്കാൻ പറഞ്ഞതിനാ, അതിൽ ഖൈറുണ്ടെന്ന്. അപ്പോൾ വീട്ടിലെ സമാധാന സന്തോഷമൊക്കെ കുടികൊള്ളണമെങ്കിൽ, കിട്ടണമെങ്കിൽ അവിടെ ദീനുണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ വ്യക്തിയിലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിലുമൊക്കെ ഒരുപോലെയുള്ള റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വമാണ് എന്ത്? എല്ലാവരും ദീനുള്ള ആൾക്കാരാവുക എന്നുള്ളത്. അപ്പോൾ ബാപ്പ മകനോട് ദീൻ പറയുമ്പോൾ മകൻ ഇടങ്ങാറാണ്ട, മകളോട് പറയുമ്പോൾ മകൾ ഇടങ്ങാറാണ്ട, ഭർത്താവിനോട് ഭാര്യ, ഭാര്യയോട് ഭർത്താവ്, ഉമ്മ, എല്ലാവരോടും ഒക്കെ ദീന് പറയുമ്പോൾ ആരും ബുദ്ധിമുട്ടണ്ട. കാരണം ദീന് നമ്മളെല്ലാവരും ഒരുപോലെ ഒരുമിച്ച് ഒരു ഉത്തരവാദിത്വമായി ചെയ്യേണ്ട കാര്യമാണ്. അതിലേക്ക് ഒരാൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ എന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ തോന്നിയ വസ്ത്രം ഇട്ടിട്ട് പുറത്തിറങ്ങും. ഇപ്പോൾ ഫ്രണ്ട്സ് ഉഷാറായിക്കണ്, നല്ല ഭംഗിയുണ്ട്, നല്ല മാച്ചാണ് എന്നൊക്കെ പറയും. കാരണം ഓൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് ഓൾക്ക് അനുഭവിക്കേണ്ട, ഇതിൻ്റെ ഗുണം ഓൾക്ക് അനുഭവിക്കേണ്ട. ഓൾക്ക് ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒന്ന് കുഞ്ചിങ്ങാക്കിയാൽ മതി. എന്നാൽ പാരൻസ് അങ്ങനെയല്ല. നമ്മുടെ ഡ്രസ്സ് മോശമാണെങ്കിൽ, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ, അത് ശരിയായ ഔറത്ത് മറയാത്ത കോലത്തിലാണെങ്കിൽ, അത് ആണിനോട് സാദൃശ്യമുള്ളതാണെങ്കിൽ, അത് മതിയായ അറക്കമില്ലാതെ ഔറത്ത് വെളിവാകുന്ന കോലത്തിലാണെങ്കിൽ ഒക്കെ അവർ പറയും. കാരണം എന്താ? അത് നമ്മളെ പരലോകത്തെ ബാധിക്കുന്നതാണ്, കുടുംബത്തിൻ്റെ ദീനിനെ ബാധിക്കുന്നതാണ്, നമ്മുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഇതൊക്കെ ഓർത്തിട്ടാണ് രക്ഷിതാക്കൾ പറയുക. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാന്നുള്ളത് ഉപദേശിക്കരുതെന്നാണ് പുതിയ കണ്ടെത്തൽ. പാരൻസ് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരടിയിൽ നിന്ന് ഗ്യാസ് പോയ പോലെയാണെന്നാണ് ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കർ പാരൻസിനൊക്കെ വിളിച്ചുവിട്ടിട്ട് ഉപദേശിച്ച്. മൂപ്പർക്ക് ഉപദേശിച്ച് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല. നീ ഉപദേശമൊക്കെ കേട്ടിട്ട് നിങ്ങൾ പെരയിൽ പോയിട്ട് നിങ്ങളെ മക്കളെ ഉപദേശിക്കാൻ നിൽക്കരുത്. ശരി, എല്ലാവരും ചെയ്യണ എല്ലാ കുരുത്തക്കേടിനെയും ഉപദേശമായിട്ട് നമ്മൾ പറയണമെന്നില്ല. പക്ഷെ മാന്യമായിട്ട്, വസ്തുനിഷ്ഠമായിട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തി വാത്സല്യത്തോടെ, സ്നേഹത്തോടെ അവർക്ക് ഉപദേശിച്ച് അവരെ ദീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദീനാണ്.
ലുഖ്മാൻ എന്ന നല്ല ഒരു ഹിക്മത്തുള്ള മനുഷ്യൻ, അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞ ഖുർആനിൽ വെറുതെ പറഞ്ഞ ആണോ? വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ഏറ്റവും വലിയ പാതകമാണ്. എന്താ അങ്ങനെ? ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാക്കി നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും സംവിധാനിച്ച് നമ്മളെ ഉണ്ടാക്കി നമ്മളിഞ്ഞ് ജീവിപ്പിച്ച് നമ്മളിഞ്ഞ് മരിപ്പിച്ച് നമ്മളെ പുനർജനിപ്പിക്കുന്ന പടച്ചം ഉണ്ടാകുമ്പോൾ എന്തിനും അവൻ്റെ സൃഷ്ടികളെ വിളിക്കേണ്ട ആവശ്യം? സൃഷ്ടാവ് ഉണ്ടാകുമ്പോൾ സൃഷ്ടികളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അന്യായം തന്നെയല്ലേ? കൃത്യമായ അതിലുള്ള ലോജിക്ക്, അതിലുള്ള ആശയം പറഞ്ഞ് പഠിപ്പിച്ച് നീ ശിർക്കെന്ന പാതകം ഒരിക്കലും ചെയ്യരുത് മോനെ. മനസ്സിലായില്ലേ? അപ്പം കറക്റ്റ് നിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം ദീന് നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് സന്തുഷ്ടകരമായ സമാധാനകരമായ ഒരു ജീവിതത്തിനുള്ള മാർഗമെന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇന്ന് ആളുകൾ അയഞ്ഞുപോയി. ആ കല്യാണമല്ലേ, സൽക്കാരല്ലേ, ഒരു ടൂറല്ലേ, ആയിക്കോട്ടെ, ഓല് കളിച്ചോട്ടെ, ഓല് ആസ്വദിച്ചോട്ടെ, ഓല് എൻജോയ് ചെയ്തോട്ടെ, ഓല് ഫ്രണ്ട്സ് അല്ലേ, ഓല് നടക്കട്ടെ അല്ലേ. പെരുന്നാക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ കൂട്ടം കൂടി ആണും പെണ്ണും ഒരുമിച്ച് അങ്ങനെ നടക്കുക, അരുതിന് തേരാപാര നടക്കുക. അതിനൊക്കെ എന്താ കുഴപ്പം? നിങ്ങളിങ്ങനെ ഈ കാലത്തിനനുസരിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കാലത്തിനനുസരിച്ചുള്ള ദുരന്തങ്ങൾ കേൾക്കുന്നത്. ഒറ്റ ദിവസം പത്രം നോക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് യൂട്യൂബ് തുറന്നു നോക്കാൻ പറ്റണില്ലല്ലോ. ഒരു ഭാഗത്ത് കൊലപാതകം, മറ്റൊരു ഭാഗത്ത് അടി, ഇപ്പുറത്ത് കുത്ത്, അപ്പുറത്ത് ഒളിച്ചോട്ടം, എന്തൊക്കെയാണ് നടക്കുന്നത്? മലപ്പുറം ജില്ലയിൽ നിന്ന് 2 കുട്ടികൾ വണ്ടി കയറിയേക്കാം. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടൊരു സുഹൃത്തിന് ആവട്ടെ അല്ലേ, ഇന്ന് കാലത്തിനനുസരിച്ച് വളരട്ടെ പറഞ്ഞോളി. എല്ലാ തോന്നിയാസും എല്ലാ അക്രമവും കള്ളും കഞ്ചാവും MDMA ഒക്കെ പിടിക്കുമ്പോൾ പറഞ്ഞോടി ആവട്ടെ, കാലത്തിനനുസരിച്ച് മാറട്ടെ എന്ന്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അള്ളാഹ്ക്ക് നല്ലോണം അറിയുന്നതുകൊണ്ടാണ് മനുഷ്യന് വേണ്ട നിയമങ്ങൾ അള്ള വെച്ചത്. മനുഷ്യൻ ഇങ്ങനെ അയച്ചു വിട്ടാലേ തോന്നിയ മാതിരി നടക്കും. അത് പഠിച്ചോ മാത്രമല്ലല്ലോ, ഇവിടെ റോട്ടിൽ നിയമല്ലേ. ഏത് സ്വതന്ത്ര ചിന്താഗതിക്കാരനും ഓൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയ കാറ്, ഓൻ പൈസ കൊടുത്ത് എണ്ണ അടിച്ച കാറ് റോട്ടിൽ ഇറക്കുമ്പോൾ ട്രാഫിക് റൂൾസ് പാലിച്ചിട്ടല്ലേ പോണേ? ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്, എനിക്ക് റൂൾസ് ബാധകമല്ല, റൂൾസ് എനിക്കിഷ്ടമല്ല, മൈ ബോഡി മൈ ചോയ്സ്, മൈ കാർ ഈസ് മൈ ചോയ്സ് എന്ന് പറയോ? പറയില്ല. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. അള്ളാഹ്ക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു ഒക്കെ വെച്ചത്. സ്കൂളിൽ കുട്ടികൾ തോന്നുമ്പോൾ കയറിയല്ല ആണോ? തോന്നുമ്പോൾ കയറിയാൽ തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുക. അങ്ങനെ ഒരു സ്കൂൾ അവിടെ ഉണ്ടോ? ഇനിയിപ്പോൾ ഇവരൊക്കെ നടത്തുന്ന സ്ഥാപനം, അവിടെ സ്റ്റാഫിന് എപ്പോഴും കയറി വരെ എപ്പോഴും ഇറങ്ങിപ്പോകും. അങ്ങനെ ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനായ സ്റ്റാഫാണ്, അതുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്, എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ദൈവം പോലും കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ദൈവത്തിൻ്റെ അടിമയായ താങ്കൾ കൺട്രോൾ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടില്ല എന്ന് പറയുമോ? അങ്ങനെ ഒരു സ്റ്റാഫ് പറഞ്ഞ ആളവിടെ വെക്കുമോ? 9 മണിക്ക് പഞ്ച് ചെയ്യണ്ടേ, 5 മണി വരെ വർക്ക് ചെയ്തിട്ട് പഞ്ച് ചെയ്ത് പോകണ്ടേ? എന്താ മൂപ്പരൊക്കെ റൂൾസ്? മൂപ്പരൊക്കെ പോക്കറ്റിനെ ബാധിക്കുന്ന സാധനത്തിലൊക്കെ ഭയങ്കര കണിശതയായിരിക്കും. അവിടെ നിയമവും നിയമാവലികളൊക്കെ ഉണ്ടാവും. എന്നാലും മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം നന്മയിലേക്ക് നയിക്കാൻ പടച്ചോൻ വെച്ച നിയമങ്ങൾ പറയുമ്പോൾ അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ കാടത്തമാണ്, പുരോഗമന ചിന്തയില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ബുദ്ധിയായിട്ട് കൊണ്ട് ഇറങ്ങി വരും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, പടച്ചോൻ മനുഷ്യനെ കറക്റ്റ് അറിയുന്നതുകൊണ്ടാണ് നിയമങ്ങൾ വെച്ചത്. ആ നിയമം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നടപ്പിലാക്കി അത് അവരെ ബോധ്യപ്പെടുത്തി അവരും കൂടെ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന സമാധാനം, സുഖത വേറെ തന്നെയാണ്. ആ അള്ളാനെ ഉൾക്കൊണ്ട് ആ പരലോകം ആഗ്രഹിച്ച് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ദീനിന് വേണ്ടി ദീൻ അനുഷ്ഠിച്ച് ഒരുമിച്ച് ദീനീ സംരംഭങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു പെണ്ണ് അവളുടെ ആഭരണം എടുത്തിട്ട് അതിന് കൊടുത്തു തരണം. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചത്രേ, ഇവരിങ്ങനെ തന്നിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്രേ, അവളുടെ ഉദ്ദേശമാണ്, അവളുടെ ആഗ്രഹമാണ്, അവൾക്കതിനൊരു ഉദ്ദേശം ഉണ്ടാവും. ഒരു സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ മരിച്ചാലും എൻ്റെ ഖബറിലേക്ക് വരുന്നൊരു ജാരിയായ സദഖയാകണമെന്ന് ഉദ്ദേശിച്ചിട്ട് അവൾ കൊടുക്കണം, അതുകൊണ്ട് അവൾ കൊടുത്തോട്ടെ. ഒരു കുടുംബം ഒരുമിച്ച് ദീനിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അങ്ങനെയാണ്. മകനെ ഇസ്ലാമിക പ്രബോധനത്തിന് വിടാത്ത പാരൻസ് ഉണ്ട്. എന്നാൽ അവർക്ക് ആദ്യം ഉണ്ട്, ഓൻ കള്ളുടിച്ചോ കഞ്ചാവ് അടിച്ചോ, ഓൻ പ്രേമിച്ചിട്ട് നാളെ ആരെങ്കിലും കയ്യും പിടിച്ച് വരുമോ
എന്ന ബേജാറുണ്ട്. എന്നാൽ അവനെ ദഅ്വ പ്രവർത്തനത്തിന് വിടൂല, അത്തരം കൂട്ടങ്ങളിലേക്ക് അവനെ വിടുകയില്ല, അത്തരം ആക്ടിവിറ്റീസിൽ അവനെ ചേർക്കൂല. അപ്പോൾ അവന് പഠനമാണ്, അവന് അതാണ് ഇതാണ്. എന്നിട്ട് ഈ ഇറങ്ങുന്ന ആൾക്കാരൊന്നും പഠനമില്ലാത്ത ആൾക്കാരാ. ഓൽക്ക് പഠിച്ചും വേണ്ട, ഓൽക്ക് ജോലിയും വേണ്ട, ഓൽക്ക് ഭാവിയില്ല, അങ്ങനത്തെ ഒന്നിനും പറ്റാത്ത ആൾക്കാരെയാണോ ദഅ്വ പ്രവർത്തനത്തെ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പം നന്മയിലേക്കൊരു സമൂഹം, നല്ലൊരു കുടുംബാന്തരീക്ഷം ഒക്കെ ഉണ്ടാവണം. നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി നിസ്കരിക്കണം, നമ്മുടെ ഖബറിലേക്ക് നന്മകൾ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ മക്കളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ദീൻ അവിടെ കൊണ്ടുവരാൻ പറ്റൂലെങ്കിൽ നടക്കൂല. അപ്പം ദീനാണ് എല്ലാ ഖൈറിൻ്റെയും ബർക്കത്തിൻ്റെയും കേന്ദ്രമെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ദീന് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിൽ വിശ്വാസവും കർമ്മവും ആചാരവും സ്വഭാവങ്ങളും വേഷവും വിധാനവും കാഴ്ചയും കേൾവിയും ബന്ധങ്ങളും എല്ലാം ആ ദീന് പാലിച്ചായിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, മക്കൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ഓരോരുത്തരും നിർവഹിക്കേണ്ട അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അത് ഭംഗിയായിട്ട് എല്ലാവരും നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബമാകുമ്പോൾ അതിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് പാരൻസിനോട്, പാരൻസിന് മക്കളോട്, ആ ഒരു സ്നേഹം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അല്ല ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. ആ സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെയാണ്? കുടുംബത്തിലാണ്, അല്ലേ? ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട്. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുത്തു. ആര്? ബാപ്പ. ആരെങ്കിലും കണക്കൂട്ടിയോ ബാപ്പക്ക് എത്ര റുപ്യ ചിലവായി? അല്ലേ? കിട്ടാതെ പോയതിൻ്റെ കണക്ക് പലരും ചോദിക്കും, പലരും പറയും, പലരും ചർച്ചയാക്കും. ഇന്ന് ഇത്രയും വലിയൊരു സംഖ്യ നമ്മുടെ ബാപ്പ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി. മക്കൾക്ക് ബോധമുണ്ടോ? ഉമ്മക്ക് ബോധമുണ്ടോ? ആ കുടുംബത്തിലെ മെമ്പർമാർക്ക് ബോധമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, രാവിലെ മുതൽക്ക് രാത്രി വരെ ഒരു വിശ്രമമില്ലാതെ ഡിഫറൻറ്റ് ജോലി ചെയ്യുന്ന ആളാണ് വീട്ടിലുമ്മ. ആർക്കില്ല ബോധമുണ്ടോ? നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ രാവിലെ ഏറ്റവും ആദ്യം എണീറ്റ് ഏറ്റവും അവസാനം ഉറങ്ങുന്ന ആൾ ഉമ്മയായിരിക്കും, അല്ലേ? ഒരാൾക്ക് ഒരു വർക്കോ അല്ലെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ടാവുക. ഇത് എല്ലാ വർക്കുകളും ഒരു പഞ്ച് മെഷീൻ്റെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ, ഒരു റെസ്റ്റ് ഇല്ലാതെ, അല്ലേ? 24 hours എന്ന് പറഞ്ഞാൽ അത്രയും. ഉറങ്ങണ കുറച്ച് സമയം മാറ്റി വെച്ച ബാക്കി മുഴുവൻ വീടിന് വേണ്ടി, അല്ലേ? ആൾക്കാർ ചോദിക്കും, എനിക്കിപ്പോൾ അവിടെ കാര്യമായിട്ട് പണി, അല്ലേ? ഒറ്റ ദിവസം നമ്മളാ പണിയൊന്നും ഏറ്റെടുത്ത് നോക്കണ്ടി വേണ്ട. കുട്ടികളെ നോക്കുക എന്നുള്ള ആ പണി മാത്രം ഒറ്റ ദിവസം നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് മനസ്സിലാവും ഇതെത്ര എളുപ്പമുള്ള പണിയാണ്, അല്ലേ? ഇതൊന്നൊരു എളുപ്പമുള്ള പണിയല്ല. അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഉമ്മമാർ, ഭാര്യമാർ, ഇവരെ സ്നേഹിക്കാൻ ഇനി എന്ത് ഹദീസ്, എന്ത് ആയത്ത് നമുക്ക് പറയണ്ടേ? അല്ല, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പം മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഉമ്മക്കും ഉമ്മയും ഉപ്പയൊക്കെ ആര് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയുപ്പ ആര്? കണ്ണാടി നോക്കിയിട്ട് നമ്മളെ മുടി, നമ്മുടെ പല്ല്, നമ്മുടെ നഖം, നമ്മുടെ ശരീരം, ഇതൊക്കെ ഇക്കോലത്തിലാകാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ട്. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പിന്നെ വളർന്നു പോവല്ല, എല്ലാ ഏരിയയിലും കൈവച്ച് ധാരാളം പണം ചിലവാക്കി. നിങ്ങൾ വെച്ചൊക്കെ ഒരു കുട്ടിക്ക്, ഞാനാകുന്ന ഒരു മകന് 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മോൾക്ക് ഒരു കൊല്ലം ഒരു ഉപ്പ ചിലവഴിക്കുന്ന എമൗണ്ട് എത്രയാണ്? ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ്, അല്ലേ? ഒരു പല്ലെന്നാക്കാൻ പോയാൽ വേണം 5000 ഉറുപ്പ്യ വേണ്ടേ? ഒരു ഡ്രസ്സ് എടുക്കാൻ വേണം 3000 ഉറുപ്പ്യ, ഒരു ചെരുപ്പ് എടുക്കാൻ വേണം മിനിമം 600 ഉറുപ്പ്യ. പിന്നെ ഇവരുടെ ഫീസും ഇവരുടെ മറ്റ് കാര്യങ്ങളും വാഹനവും, അല്ലേ? വീട്ടിലേക്കുള്ള ഫുഡും പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളും അതിന് പുറത്തുള്ള യാത്രകളും അങ്ങനെ കണ്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കണക്കിട്ടൂല. അത്രയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മനെയും ബാപ്പനെയും സ്നേഹിക്കണം എന്ന് പറയാൻ പുറത്തുനിന്ന് ആരാ വരണ്ട്? ഇത്ര സിൻസിയറായിട്ട്, അതായത് തിരിച്ചു ഒന്നും കിട്ടാതെ, അല്ലേ? തിരിച്ചു ഒന്നും കിട്ടാതെ. ഇപ്പോൾ ചില യൂട്യൂബർമാരൊക്കെ പറയും, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. എങ്ങനെ ഇഷ്ടമില്ലാക്കുക? കാരണം നമ്മളെ സമയം കൊണ്ടാവും പൈസ ഉണ്ടാക്കണേ. നമ്മളെ സമയം കൊണ്ടാവും പൈസ ഉണ്ടാക്കണം. ഓനെ നമ്മുടെ ഇഷ്ടം ഉണ്ടാവും, ഇനി ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമുണ്ടെന്ന് പറയും. ചങ്കുകളെ എന്ന് വിളിക്കന്നെ. എന്ത് ചങ്ക്? എന്ത് ചങ്ക്? അത് വെറുതെ വിളിക്കണാണോ? ആ ചങ്കുകളുള്ളത് കൊണ്ടാണ് ഓൻ്റെ കാര്യങ്ങൾ നടന്നു പോണത്. എന്നാൽ തിരിച്ചു ഒന്നും കിട്ടാതെ,
നിഷ്കളങ്കമായി നിഷ്കപടമായി നമുക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച രണ്ടാൾക്കാരാണ് നമ്മളെ ഉമ്മയും ബാപ്പയും. എന്നിട്ട് ആ ഉമ്മാനെയും ബാപ്പാനെയും കണ്ണീരിലായിട്ട് ആ ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിക്കുക, ആ ഉമ്മാനെയും ബാപ്പാനെയും ബുദ്ധിമുട്ടിക്കുക, ആ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും സ്വസ്ഥതയും സമാധാനവും കെടുത്തുക എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ളൊരു ചെക്കൻ പെരിയിലുണ്ടെങ്കിൽ പിന്നെ ആ ബാപ്പക്ക് കുറച്ചൊക്കെ ഭാരം കുറയില്ലേ, ആ ഉമ്മക്ക് കുറച്ചൊക്കെ ഭാരം കുറയില്ലേ അല്ലേ? ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഉമ്മാക്കൊരു വലങ്കയ്യല്ലേ? പക്ഷെ എന്താ അതൊന്നും ആവാത്തത്? ഒന്നും ആവാത്തത്? നമ്മൾ ഉമ്മനെക്കുറിച്ചും ഉപ്പനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നിടത്ത് എന്തൊക്കെയോ ചില ഫാൾട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ രസം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ബോയ് ഫ്രണ്ട്, നമ്മുടെ ഗേൾ ഫ്രണ്ട്, പുതിയ പുതിയ നമ്മുടെ ഗ്രൂപ്പുകൾ, ഗെയിമുകൾ, അതിൻ്റെ പിന്നാലെയാണ്. ഇവിടെ 2 മനുഷ്യന്മാർ നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോവാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് തന്നെ പരസ്പരമുള്ള ആ ഒരു സ്നേഹവും പരസ്പരമുള്ള ആ ഒരു ഇണക്കവും പരസ്പരമുള്ള ആ ഒരു അടുത്തറിയലുമാണ്. അത് എല്ലാ മെമ്പേഴ്സിനും ഇടയിൽ ഉണ്ടായിരിക്കണം. ഭാര്യയും ഭർത്താവിനും ഇടയിൽ പ്രത്യേകിച്ചും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഭർത്താവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഭാര്യൻ്റെ കാര്യത്തിൽ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ഫത്തഖുല്ലാഹ ഫിൻ നിസാന, ഫത്തഖുല്ലാഹ ഫിൻ നിസാ. നിങ്ങളെ പെണ്ണുങ്ങളെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ചോളി. അത്രയും സീരിയസ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും നല്ല സ്വഭാവം കാഴ്ചവെക്കേണ്ടത് ആരോടാ? നാട്ടുകാരോടാ. ഏറ്റവും നല്ല സ്വഭാവം കാഴ്ചവെക്കേണ്ടത് അക്മൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഈമാൻ്റെ പൂർത്തീകരണം സൽസ്വഭാവത്തിലാണ് എന്ന് റസൂൽ പറയുക. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ ഇണകളോട് ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ. ചില പെണ്ണുങ്ങൾ പറയും ഒന്നും വേണ്ട, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഞാൻ എടുക്കുന്ന അധ്വാനത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, മൂപ്പരൊന്നും മനസ്സിലാക്കാത്ത കോലത്തിലുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയാൽ മതി. എന്നാൽ തന്നെ ഇന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി അധികം ആൾക്കാരും, ഇന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി. അപ്പം നമ്മൾ ചോദിക്കും ഈ ഭാര്യയായിട്ട് കാണാന്നുള്ള ഉദ്ദേശം എന്തായോ? ഒന്നുമില്ല, മൂപ്പരെന്നെ സ്നേഹിക്കണം, മൂപ്പരെന്നൊന്ന് അറിയണം, മൂപ്പരെൻ്റെ എന്നെ കുറ്റം പറയരുത്. ഈ കുറ്റം പറയാന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലത് ഉപദേശിക്കണേ ചിലപ്പോൾ കുറ്റം പറയും. ആ നല്ലത് ഉപദേശിക്കുമ്പോഴും ചിലപ്പോൾ കുറ്റം പറയാമെന്ന് പറയാണ്ടാണ് കാരണം. പലപ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, മറ്റൊന്നും ഉണ്ടാവില്ല. സ്നേഹപ്രകടനങ്ങളും അവളുടെ ഗുണഗണങ്ങൾ പറയലുകളും ഇതൊക്കെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തിരുത്തുമ്പോൾ കുറ്റം പറയാണ് എന്ന് പറയുന്നൊരു ശൈലി ഉണ്ടായി വരുന്നത്. അല്ലാണ്ട് ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണം. എല്ലാ നിലക്കും അവർക്ക് സംരക്ഷണം ഒരുക്കണം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, അവരുടെ ദീനിനും അവരുടെ എല്ലാ കാര്യത്തിനും. അവർക്കിഞ്ഞൊന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദീനിയായ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് നമുക്കതിന് അനുവാദം കൊടുക്കുന്നതിനും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒരു തടസ്സവും നമുക്കില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിന്നുന്നെങ്കിൽ അവിടെ തീറ്റിക്കണം, നീ കുടിക്കുന്നവരെ കുടിപ്പിക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യവും കൊടുക്കണം. മഹറു തൊട്ട് ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദ, അതൊക്കെ നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, നിനക്ക് പടച്ച റബ്ബ് നൽകിയതിൽ നിന്ന് നീ അവർക്ക് വേണ്ടി ചിലവഴിക്കണം. അവരുടെ റിസ്ഖും അവരുടെ കിസ്വത്തുമൊക്കെ നിൻ്റെ മേൽ ബാധ്യതയാണ്. ഏറ്റവും മാന്യമായിട്ട് നീ അവളോട് വർത്തിക്കണം. ജനങ്ങളുടെ കൂടുതൽ ഏറ്റവും മോശപ്പെട്ടവനാരാ? സ്വന്തം ഭാര്യയുടെ നെഗറ്റീവ്സ് പബ്ലിക്കാക്കുന്നവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. റസൂൽ പറഞ്ഞൊരു അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റദിയ മിൻഹ ആഖർ, അവളിൽ വല്ല മോശത്തരവും നിന്നെ അസ്വസ്ഥനാക്കിയാൽ, ഹറാമുകളല്ല, അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും നിന്നെ അസ്വസ്ഥനാക്കിയാൽ നീ അവളുടെ നല്ല സ്വഭാവം ഓർത്തിട്ട് സമാധാനിക്കണം. കുറവുകൾ ചികഞ്ഞന്വേഷിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി തൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറയാം, സർപ്രൈസ് കൊടുക്കുക അല്ലേ? നബി അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതിന് അനുവദിച്ചിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചു പറയാതെ, യാത്ര കഴിഞ്ഞൊന്നും വിളിച്ചു പറയാതെ വീട്ടിലേക്ക് കുത്തിക്കയറി വരരുത്. കാരണം അത് പ്രയാസങ്ങൾക്ക് കാരണമാകും. അതായത് അവരുടെ കുറവുകൾ ചികയാതിരിക്കാനുള്ള എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവരൊരിക്കലും
അപായപ്പെടുത്തരുത്. എനിക്കില്ലെങ്കിലും വേറെ ആളെ കിട്ടും, ഞാൻ വേറെ കെട്ടും, അങ്ങനെ കണ്ടല്ലോ. ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, കാര്യങ്ങൾ ഒക്കെ വെടിയുക, ഊഹാപോഹങ്ങൾ വെടിയുക. ഏറ്റവും നല്ല നിലക്ക് അവരെ കൈകാര്യം ചെയ്യുക. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വല ഇംറഅത്തുൻ ഖത്തു. നബി ഖാദിമീങ്ങളെയോ തൻ്റെ ഇണകളെയോ ഒരിക്കലും തല്ലിയിട്ടില്ല. വല തദ്രിബിൽ വജ്ഹ വല തുഖബ്ബിഹ്. നീ ഒരിക്കലും നിൻ്റെ ഇണയുടെ മുഖത്തടിക്കരുത്, അവരെ നീ തെറി വിളിക്കരുത്. അവർക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ചില ആൾക്കാർക്ക്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ്. പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ പിണക്കം റോട്ടിലല്ല, റൂമിലാണ്. റൂമിലാണ് ആ പിണക്കം, സൗന്ദര്യ പിണക്കം. ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവളെ കൊച്ചാക്കരുത്, കുറവാക്കരുത്, അവളുടെ പോരായ്മകൾ പറയരുത്. കാരണം ഭർത്താവാണ് അവളുടെ ഗാർഡിയൻ. ആ ഗാർഡിയൻ അയാളുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ആളുകൾക്കിടയിൽ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തു ആവാം, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, മോശമാക്കരുത്. അവളിലെ നന്മയെ തേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈവൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവളെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ദൂതനെ വിടണമെന്ന് പറഞ്ഞു. എന്താണ്? നല്ല സംസാരവും ടച്ചിങ്ങുമാണ്. നേർക്കുനേരെ നമ്മുടെ ആവശ്യം തീർത്തെണീറ്റ് പോകാന്നുള്ളതല്ല, അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ കൂടെ മനസ്സിലാക്കാൻ, അയാളെ കൂടെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, അയാളെ കൂടെ സന്തോഷിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റവും അപകടകരമായ കാര്യമാണ് ഒരു സ്ത്രീയുടെ പിൻഭാഗത്തുകൂടെ പ്രവേശിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വലിയ കുറ്റമായിട്ട് കാണിച്ചു. ഇന്ന് പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ എല്ലാവരുടെയും കൈകളിൽ കിട്ടുന്നതുകൊണ്ട് ഏതു തരത്തിലുമാകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം അതിനൊന്നും അനുവാദം നൽകിയിട്ടില്ല. ഇതൊരു മനുഷ്യനാണെന്നും ആ മനുഷ്യന് വേദനകളും നൊമ്പരങ്ങളും ഉണ്ടെന്നും അയാൾക്കും ഒരു സുഖവും സന്തോഷവും ഫീലിങ്സും ഉണ്ടെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കൊണ്ടുവേണം അവരുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ പോലും. അവർക്കുള്ള ആരാധന സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഭർത്താക്കന്മാരോട് കൊടുത്തു. ഭാര്യമാരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പെണ്ണെ, അള്ളാൻ്റെ മുമ്പിലല്ലാതെ സുജൂദില്ല. അത് ആർക്കെങ്കിലും മുമ്പിൽ അനുവദിക്കുമായിരുന്നെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിന് മുന്നിൽ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് നമ്മെ കെയർ ചെയ്യുമ്പോൾ, നമ്മെ സംരക്ഷിക്കുമ്പോൾ, നമ്മെ പോറ്റി വളർത്തുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? അനുസരണമാണ്. 5 നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പ് നോറ്റ്, അതുപോലെ തന്നെ ലൈംഗികാവയവത്തെ കാത്തുസൂക്ഷിച്ച് സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ അത് മതി ഒരു പെണ്ണിന് സ്വർഗത്ത് പോവാൻ. ഭർത്താവിൻ്റെ അടിമപ്പണി ചെയ്യാന്നല്ല, ഭർത്താവിനെ അനുസരിക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. ഭർത്താവിനുള്ള അടിമപ്പണിയല്ലത്, അള്ളാഹ്ക്കുള്ള അടിമപ്പണിയാണത്. മനസ്സിലായില്ലേ? തന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്ന തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അവൾ പിതാവിൻ്റെ അണ്ടറിലായിരുന്നു 10-18 കൊല്ലം, 10-21 കൊല്ലം. ആ കാലത്ത് പിതാവ് തിരുത്തിയിട്ടില്ലേ? ഉണ്ട്. പിതാവ് കൽപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. പിതാവ് പലതും ചോദിച്ച് തന്നിട്ടുണ്ട്, പലതും ചോദിച്ച് തന്നിട്ടില്ല. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇല്ല. എന്തേ? ബാപ്പൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ബാപ്പയാണ്, അല്ലേ? ആ ബാപ്പ കൈപിടിച്ച് ഏൽപ്പിച്ചത് ഇയാളുടെ കയ്യിലാണ്. ഇയാളാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വം ചെയ്യണത്. അപ്പോൾ അയാളെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് കുഴപ്പമുള്ളത്? അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. അത് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവരുടെ കൂടെ താമസിക്കണം, അവരുടെ പ്രീതി നേടിയെടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ സ്വർഗവും നിന്റെ നരകവും അവനാണ്. ഒരു പെണ്ണിനോട് എന്തെങ്കിലും അവൻ നിന്നോട് കോപിച്ചാൽ നീ അവൻ്റെ അടുക്കൽ ചെന്ന് അത് പൊരുത്തപ്പെടിക്കണം എന്നാണ്. ഭർത്താവ് തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ വൈക്കാണി മനസ്സ് നിങ്ങൾക്ക് ഇതന്നെ പരിപാടി എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല, ഭാര്യമാർക്കില്ല. കാരണം ആ ഫീലിങ്ങിനെ,
അടക്കി നിർത്താനാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്തത്, നഹാ റസൂലുള്ളാഹി അനി തബത്തുൽ, ബ്രഹ്മചര്യത്തെ ഇസ്ലാം വിലക്കി. അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ദാമ്പത്യം ഒഴിവാക്കുന്ന പരിപാടി ഇസ്ലാം വെച്ചിട്ടില്ല. കാരണം എന്താ, അത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സാണ്. അത് പൂർത്തിയാക്കാൻ ഇണകൾ പരസ്പരം സമ്മതിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. ഭാര്യമാർ ഭർത്താവിന് വേണ്ടി ഒരുങ്ങണം. നബി പറഞ്ഞു, എൻ്റെ ഇണകൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിനെ ഞാൻ സന്തോഷത്തോടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുങ്ങിയിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിൻ്റെ സമയത്ത് നമ്മൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, അങ്ങനെ ഹദീസിലുള്ളത്, മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവൻ വിളിച്ചാൽ നീ ചെല്ലണം എന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുമായിട്ട് രാത്രി ഉറങ്ങിയ നേരം വെളുക്കോളം മലക്കുകൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുമെന്ന് ഇണകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നന്ദി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. നന്ദിയുള്ള പെണ്ണായിരിക്കണം. അയാൾ കൊണ്ടുവരുന്ന ഭക്ഷണം, അയാൾ ഉണ്ടാക്കിയ വീട്, അല്ലെ, അയാൾ നൽകുന്ന സമ്പത്ത്, അല്ലെ, അയാൾ നൽകുന്ന ആ ഒരു സെക്യൂരിറ്റി, സ്നേഹം, കാവൽ, കരുതൽ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കോലത്തിലായിട്ടുള്ളത്. എന്നിട്ട് നന്ദിയില്ലാത്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുക, നന്ദിയില്ലാത്ത വാക്കുകൾ പറയാം, നിങ്ങൾ എന്താണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുകൾ നരകത്തിലെത്തിക്കുന്ന റസൂൽ പറഞ്ഞു. നരകത്തിൽ ഞാൻ എത്തി നോക്കിയപ്പോൾ കൂടുതൽ പെണ്ണുങ്ങളെ കണ്ട്. കാരണം എന്താ, അവർ ശാപവാക്കുകൾ അധികരിപ്പിക്കും, വസ്തുക്കളെയും മക്കളെയും സാധനത്തിനെയും എല്ലാത്തിനും ശപിക്കും. 2, വതക്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരെ അവർ നിഷേധിക്കും. എന്ന് പറഞ്ഞാൽ കുറേ സംഗതി കൊടുത്തിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒരു സാധനം അവർ പറഞ്ഞു കൊണ്ടുവന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നാ കൊണ്ടുവരല്, പറയുന്ന സാധനം കൊണ്ടുവരില്ലല്ലോ, അല്ലേ? അത് പണ്ടേ ഇല്ലാത്ത സ്വഭാവമാണ്, ഇപ്പോഴും ഇല്ല, അല്ലേ? എത്രയോ തവണ കൊടുത്താലും പറയുന്ന വാക്ക് ഇതായിരിക്കും. അതാണ് ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. അത്തരമൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്, ധിക്കാരം പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെയും നമ്മൾ സൂക്ഷ്മത കാണിക്കണമെന്നും സ്വന്തം ലൈംഗികാവയവത്തെയും അയാളുടെ സമ്പത്തിനെയും അയാളുടെ കുടുംബത്തെയും സൂക്ഷിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹാഫിളാത്തുൽ ലിൽ ഗൈബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരത്തെയും അയാളുടെ സമ്പത്തിനെയും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവളായിരിക്കും ഹാഫിളാത്തുൽ ലിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ. ഒരു പെണ്ണിൻ്റെ ക്വാളിറ്റിയായിട്ട് പറഞ്ഞാണത്. ഫസ്സാലിഹാത്ത്, സാലിഹീങ്ങൾ, ഖാനിതാത്ത്, പടച്ചറബിനെ അങ്ങേറ്റം സൂക്ഷിക്കുന്ന, അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഹാഫിളാത്തുൽ ലിൽ ഗൈബ്. അവർ അദൃശ്യമായിട്ട്, പിന്നെ അദൃശ്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന, അവരുടെ ഗോപ്യമായ കാര്യങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം മുതിയാത്തുൽ ലി അസ്വാജിഹിന്ന, സ്വന്തം ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരാണ്. ഹത്താ ഫിൽ ഗൈബി, ഭർത്താവില്ലാത്ത സമയത്ത് പോലും. മൂപ്പരുണ്ടാവുമ്പോഴല്ലേ മൂപ്പര് കാണുള്ളൂ, അറിയുള്ളൂ. മൂപ്പരില്ലാത്തപ്പോൾ തോന്നണ മാതിരി ആവാന്ന അല്ല, അപ്പോൾ പോലും തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന, സൂക്ഷിക്കുന്ന, അയാളുടെ ഉപദേശങ്ങൾ കാക്കുന്ന, അയാൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന, ദീനിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവളുടെ ശരീരത്തെയും അയാളുടെ സമ്പത്തിനെയും സൂക്ഷിക്കുന്നവളാണ് ആ പെണ്ണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും വളരെ ഇണക്കത്തിലും സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ദാമ്പത്യത്തിൽ ഭയങ്കര ഊഷ്മളത ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ പരസ്പരം ഒന്ന് വികാരങ്ങളെ അറിയാനോ പറ്റാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് എന്തെങ്കിലും പ്രയാസം പറയുമ്പോൾ അയാൾ പറഞ്ഞത് വെച്ചാൽ, ഇതൊക്കെ എവിടെയല്ലാത്തത്, ഇതൊക്കെ ആർക്കല്ലാത്തത്, എന്നെക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഇജ്ജ് അവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഓരോന്ന് വിളിച്ചു നോക്ക്, ഇവരൊന്ന് വിളിച്ചു നോക്ക്, അവിടെ നിന്ന് പോയി നോക്ക് എന്നൊക്കെ പറയാം. ഭാര്യ അനുഭവിക്കുന്നൊരു പ്രയാസം നമ്മളോട് പറയണത് എന്തിനാണ്? അതൊരാളോട് പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. നമ്മൾ ആശ്വസിപ്പിക്കാനാണ്, നമ്മൾ സമാധാനിപ്പിക്കാൻ, നമ്മൾ കൂടെ നിൽക്കാനാണ്. നമ്മളോട് ഒന്നുമില്ലെങ്കിലും നമ്മളോട് പറയുമ്പോൾ തന്നെ ഒരു മെൻ്റലി ഫ്രീ ആവും. അതിനാണ് ചില ആൾക്കാർ അതിനും മറുപടി പറഞ്ഞ് എന്നിട്ട് പിന്നീട് ഇവർ മറ്റു പല വഴികളും തേടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കാരണക്കാരാവരുത്. തിരിച്ചും ഭർത്താക്കന്മാർ, ആണുങ്ങൾ കുറച്ച് മനക്കരുത്തുള്ളവരാണെങ്കിൽ പോലും അയാൾക്കുണ്ടാവും അയാളുടെ വർക്ക് പ്ലേസിലെ ബുദ്ധിമുട്ടുകൾ, അയാളുടെ മറ്റു കാര്യങ്ങൾ, അയാളുടെ ആധികൾ, അയാളുടെ ആശങ്കകൾ ഒക്കെ ഉണ്ടാവും. പ്രായമാകും മുമ്പ് നരച്ചു പോണ ഇത് എന്തുകൊണ്ടാണ്?
ഒരുപാട് ടെൻഷനുകളാണ്. ആ ടെൻഷനുകളൊന്നും പലപ്പോഴും കുടുംബം പോലും അറിയുന്നില്ല. ഇന്ന് സുഖലോലുപതയുടെ കാലമാണെങ്കിലും അല്ലേ, മക്കളൊക്കെ പറയും നിങ്ങളടുത്ത് ആ സാധനമല്ലേ, അത് കുത്തിയാൽ പോരെ, പൈസ ഇട്ടൂലേ. അവർക്കറിയില്ലല്ലോ എല്ലുമുറി അധ്വാനിച്ചിട്ട് ബാങ്കിലിട്ടാലാണ് ഈ സാധനം കുത്തിയാൽ വരിക എന്നുള്ളത്. പോരെ വിചാരം എന്താ, ഈ സാധനം എടുത്ത് ഇങ്ങനെ കുത്തിയ സാധനം ഇങ്ങനെ വരുന്നതാണ്. ATM കാർഡേ. അപ്പം ഇതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് എന്നുള്ളത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഫീലിങ്, മാനസികാവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഇടപെടാനും എല്ലാ സന്തോഷവും പരസ്പരം ആവോളം ആസ്വദിക്കാനും എല്ലാ ദുഃഖങ്ങളും പരസ്പരം പങ്കുവയ്ക്കാനും നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ പരസ്പരം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഹജ്ജിന് പോകുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നെ പീരീഡ്സ് ഉണ്ടാവുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. റസൂല ചേർത്ത് പിടിച്ചിട്ട് ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ ബുദ്ധിമുട്ടാണ്ട, വിഷമിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആദമിൻ്റെ പെൺമക്കൾക്ക് അല്ലാഹ് വെച്ചൊരു പ്രകൃതിപരമായ കാര്യമല്ലേ, അതുകൊണ്ട് ഇജ്ജ് വിഷമിക്കണ്ട കേട്ടോ, തവാഫല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയാണ്. നബി ഭാര്യമാരെ കെയർ ചെയ്ത ആ ഒരു സംഗതി, ആയിഷ നീ എന്നോട് ദേഷ്യപ്പെട്ടാലും നിനക്കെന്നോട് സ്നേഹമുള്ളപ്പോഴും എനിക്കെൻ്റെ വർത്താനത്തിൽ നിന്ന് മനസ്സിലാവും പറഞ്ഞു. അതെങ്ങനെയാണ് നബി ചോദിച്ചു. ജി മുഹമ്മദിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എനിക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. ജി ഇബ്രാഹിം നബിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ നിനക്കെന്തോ എന്നോട് നീരസമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. ആയിഷ ബീവി പറഞ്ഞു അങ്ങനെ തന്നെയാണ്. അത്രയും അധികം പ്രവാചകൻ എത്ര ഉത്തരവാദിത്തമുള്ള ആളാ. നമുക്കത്ര ഉത്തരവാദിത്തം ഉണ്ടോ? ഇല്ല, ഒച്ച വെച്ചത് നോക്കാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനങ്ങനെ പോകും, ആണെങ്കിൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഉത്തരവാദിത്തം നമുക്കില്ല. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹസ്ബൻഡായി. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ദൃഷ്ട്യ ഒരു ഭർത്താവും ഒരു ഭാര്യയും എങ്ങനെ മുന്നോട്ട് പോകണമോ അങ്ങനെ മുന്നോട്ട് പോകാനും പരസ്പരം നല്ല സ്നേഹത്തിലും ഇണക്കത്തിലും പോസിറ്റീവ്സിലേക്ക് കണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഓളതിന് പറ്റില്ല, ഓളതിന് പറ്റില്ല, അയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റങ്ങൾ മാത്രം നോക്കണ്, ഗുണങ്ങളിലേക്ക് നോക്കാൻ. അപ്പോൾ ഒരാളോട് നമുക്ക് ബഹുമാനവും ആദരവൊക്കെ ഉണ്ടാവുള്ളൂ. ഗുണങ്ങളിലേക്ക് നോക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മക്കൾ. ആ മക്കളോട് നമ്മൾ ഏത് രീതിക്ക് പെരുമാറണം, ആ രീതിക്ക് അവരോട് പെരുമാറാനുള്ളൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാണ്. മക്കൾ എന്ന് പറയുമ്പോൾ മക്കളുടെ ലൈഫിൽ നമുക്കിപ്പോൾ നമ്മുടെ ചെറുപ്പകാലം ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള കാലമല്ലേ. അപ്പോൾ അവരുടെ ചെറുപ്പകാലം അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. പാരൻസായ ഞമ്മക്കും മക്കളെ കൂടെ കിട്ടുന്നതും മക്കളുടെ കൂടെ കളിക്കാൻ പറ്റും ഒക്കെ അവർ ചെറിയ കുട്ടികളാകുമ്പോഴാണ്. കുറേ വലുതായി കഴിയുമ്പോൾ അവരിൽ നിന്ന് കിട്ടണതിൻ്റെ ഒരു അളവൊക്കെ കുറയും. പക്ഷെ പലപ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ക്യാമ്പുണ്ടോ, ഒരു 10 ദിവസത്തെ 20 ദിവസത്തെ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായി എന്നൊക്കെ ആൾക്കാർ പറയാം. കാരണം ഈ വെക്കേഷനിൽ ഒഴിഞ്ഞിട്ടിയാൽ ഭയങ്കര സുഖമാണല്ലോ എന്നുള്ളവർക്ക്. അപ്പോൾ ശരിക്ക് മക്കളാവുക എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മക്കളുടെ ഏജ് എന്നുള്ളതൊക്കെ ഞമ്മക്കും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന സമയമാണ്. പക്ഷെ അവരെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ ഫെയിലിയറായി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഓവർ ആദികളും ആശങ്കകളും നമ്മൾ ഒഴിവാക്കുക. ഫസ്റ്റ് 2 ഇങ്ങനെയാണ് വിട്ടുപോണ ഒരവസ്ഥ. ചിലർക്ക് ഓവർ ആദിയാണ്, അത് അപകടം ഉണ്ടാക്കും. എന്നാൽ ചില ആൾക്കാർ ഓരോ ജീവിച്ചോളും, ഞാനൊക്കെ അപ്പം അങ്ങനെ ജീവിച്ച്. ഒരു മരം പടവും മുളച്ച് വിചാരിച്ചാൽ എല്ലാ മരം പടവും മുളക്കൂല. മനസ്സിലായില്ലേ? ആ മൂച്ചി നമ്മൾ കുഴിച്ചിട്ടും കൂടിയല്ല ആ മാവ് എത്രങ്ങാനും മാങ്ങയും വന്നിട്ടാണ്. അതിൻ്റെ അർത്ഥം ഇനി ഒന്നും നോക്കണ്ടെന്നാ. പാടത്തിങ്ങനെ വിതച്ചിട്ട് പോകുന്നാൽ മതി, ഒന്നും നോക്കണ്ട, വെള്ളം കൊടുക്കണ്ട, വളം കൊടുക്കണ്ട. അങ്ങനെ ഉണ്ടായാലാണേ നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായതല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാവില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്നൊക്കെ റെഡി ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ ആവും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, വിചാരിക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നിലക്കുള്ള കെയറും സുരക്ഷിതത്വവും സ്നേഹവും വാത്സല്യവും കൊടുത്തു പോകണം. അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കണം. എങ്ങനെയും ജീവിച്ചോളും പറഞ്ഞാൽ അങ്ങനെയും പറ്റൂല. എല്ലാത്തിനും നമ്മൾ വാശി പിടിച്ച് ടൈറ്റാക്കാനും പറ്റൂല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അത് ഏറ്റവും പ്രധാനം ദീൻ കൊടുക്കലാണ്. കാരണം ദീനുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ കുട്ടികളെന്നെ ഒറ്റയ്ക്ക് നെറ്റിലൊക്കെ പോയിട്ട് കുറേ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, കുറേ സംഗതികൾ പഠിക്കുക, വരുമാനം ഉണ്ടാക്കുക. 10ാം ക്ലാസ്സിൽ പോലും എത്തിയിട്ടില്ല, എന്നിട്ട് പോലും സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണ കുട്ടി. പീസ് റെഡി ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂക്ക് പോകണമെന്ന് നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. അവന് വലിയൊരു സംഖ്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതോ വലിയ കമ്പനിയിലെ സ്റ്റാഫാണോ.
ഒക്കെ ഒരു ഒറ്റയ്ക്ക് തന്നെ കണ്ടെത്തിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അക്കാഡമിക്സ് കാര്യങ്ങൾ ടീച്ചേഴ്സും ഇവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. പിന്നെ കുട്ടികൾക്കും ആ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ ബോധം വെച്ചിട്ടുണ്ട്, കുറച്ച് പഠിക്കണം അല്ലേ, നല്ലൊരു അവസ്ഥയിൽ എത്തണം എന്നൊക്കെ. അപ്പോൾ പിന്നെ തീരെ ബോധമില്ലാത്ത, തീരെ സാഹചര്യമില്ലാത്ത സാധനം എന്ന് പറയുന്നത് എന്താണ്? ദീനിയായ കാര്യമാണ്. അതുകൊണ്ട് ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസ വിജ്ഞാനം കുട്ടികൾക്ക് കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ആ ഒരു ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ അവരോടുള്ള സ്നേഹം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അത് നമ്മൾ ശരിക്കും പറയുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. കാരണം ഇന്നലെ കയറി വന്നവനാണ് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന് തോന്നരുതല്ലോ. നമ്മുടെ സ്നേഹക്കുറവുണ്ട്, വേറെ എന്തുകൊണ്ടെങ്കിലും തോന്നിയാലും നമ്മുടെ സ്നേഹക്കുറവുണ്ട്, അവഗണന കൊണ്ട് ഒന്നും ഒരിക്കലും അങ്ങനെ തോന്നരുത്. പലപ്പോഴും ആണും പെണ്ണും, അതായത് ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആകുമ്പോൾ, അവർ തമ്മിൽ പ്രശ്നമാകുമ്പോൾ ഏറ്റവും അധികം ബാധിക്കുന്ന മക്കളെയാണ്. കാരണം അവർ ലോൺനെസ് അനുഭവിക്കുകയാണ്, അവർ പിന്നെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഏകാന്തതയിലും ആ അവഗണനയും അനുഭവിക്കുന്ന സമയത്ത് ആർക്കും അവരെന്ത് ചെയ്യാം? വല വീശി പിടിക്കാം. അതുകൊണ്ട് മക്കളെ നന്നായി സ്നേഹിക്കുക. അതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരാൾ പറഞ്ഞത് വെച്ചാൽ, കുട്ടികളെ സ്നേഹിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. കുട്ടികളെ സ്നേഹിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കാൻ നിൽക്കല്ല. മൂപ്പര് ഫുൾ പട്ടാള ചിട്ടയാണ്. അത് ഇസ്ലാമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സ്നേഹിച്ചിട്ടുണ്ട് നബിയുടെ മക്കളെ, നബിയുടെ പേരമക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ മക്കളെ, എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നബിനെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു നബിനെ. അബൂജഹലിനെ ആരാ കൊന്നത്? 2 കുട്ടികളാ. എന്തേ? ഞങ്ങളെ നബിനെ ചീത്ത പറഞ്ഞു എന്നാണ് പറഞ്ഞത്. 16 വയസ്സ് 15 വയസ്സായിട്ടുള്ള പ്രായമുള്ള 2 കുട്ടികൾ യുദ്ധക്കളത്തിൽ അബൂജഹലിനെ കൊന്നത്. അത്രയും നബിനെ ഇഷ്ടമായിരുന്നു അവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുമ്പോൾ സലാം പറയും, അവരെ തലയിലൂടെ തലോടും, അവരെ ഉമ്മ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെയും പേരമക്കളെയും, അതുപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദിനെയും ഒക്കെ നബി മടിയിൽ വെച്ച് താലോലിച്ച്, ഉസാമത്തിനൊക്കെ മൂക്ക് പിടിച്ചെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിലക്ക് മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അവരെക്കുറിച്ചും അവരുടെ പോസിറ്റീവ്സിലേക്ക് നോക്കാൻ. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള മക്കളാണ് നമ്മളെല്ലാവരും മക്കൾ. പക്ഷെ പലപ്പോഴും കുറ്റങ്ങളിലേക്ക് മാത്രം നോക്കുക, നല്ലതിലേക്ക് നോക്കൂല. അപ്പം നന്മയിലേക്ക് നോക്കിയിട്ട് എന്നാൽ വേറെല്ലാവരോട് പറയും ചെയ്യും. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വേണ്ട, നിങ്ങൾ കുട്ടിയാണോ അതിനൊക്കെ മോശമല്ലേ, നിങ്ങൾ നമ്മളെ കുട്ടിയെ മാത്രം പറയാൻ അങ്ങനെ ഉണ്ടോ? അപ്പോൾ വേറെ ആൾക്കാർ പറയുമ്പോൾ വേഗം പൊള്ളും. എന്നാൽ നമ്മളറ്റത്ത് മുഖത്ത് നോക്കി പറയില്ല കുട്ടികളോട്. ഇപ്പോൾ ഒരു ഭാര്യനോട് ഞാൻ പറഞ്ഞു, മൂപ്പർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾ മൂപ്പരെ നല്ലോണം സ്നേഹിക്കേണ്ടത് മൂപ്പര് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞോ ചോദിച്ചു. അങ്ങനെ പറഞ്ഞാണ്. എന്നാൽ എന്നോട് ഇതുവരെ മൂപ്പര് പറഞ്ഞിട്ടില്ല. എന്ത്? ഓക്കെ, ഓനെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറഞ്ഞ്, പക്ഷേ ഓളോട് ഇതുവരെ ഓൻ പറഞ്ഞിട്ടില്ല. എന്ത്? എനിക്ക് ഇജ്ജ് നല്ലോണം സ്നേഹിക്കണ്ടല്ലേ എന്നൊരിക്കൽ പോലും ഓളോട് പറഞ്ഞിട്ടില്ല. ഇതേമാതിരിയാണ് കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികൾ ഉഷാറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയും, പക്ഷെ ഓരോട് പറയില്ല. അവിടെ ഫുള്ള് കുരയാണ്. അതുകൊണ്ട് തന്നെ മക്കൾ, അതുകൊണ്ടല്ലേ ഇതൊക്കെ ഈ നിങ്ങൾ കണ്ടപ്പോൾ ഈ പുതിയ കാഴ്ചപ്പാടിൽ പാരൻസിനെതിരെയൊക്കെ പല സാധനങ്ങൾ വരുന്നുണ്ട്. ടീച്ചേഴ്സിനെതിരെ, പാരൻസിനെതിരെ, ഫാമിലിക്കെതിരെ. ഇതൊക്കെ കേട്ടാൽ വിശ്വസിക്കരുത് നമ്മളെ മക്കൾ. കാരണം നമ്മളെ കുട്ടി അത്രയും നമ്മുടെ കീഴിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുട്ടിയായിരിക്കണം. അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. 2 കുട്ടികൾ എണീറ്റ് നിന്നിട്ട് പച്ച നുണയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ഇവിടെ പൊളിഞ്ഞു പോകും അല്ലേ? അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആ ഒരു നിരക്കുള്ള കെയറും സ്നേഹവും ഒക്കെ നമ്മൾ കൊടുത്ത് അവരുടെ പോസിറ്റീവ്സ് കണ്ട്. നമ്മൾ കുട്ടികളെ നല്ല ഭംഗിയുണ്ട് അറിയില്ലല്ലോ. നാട്ടിലെല്ലാവരും പറയും, കുട്ടി അണിഞ്ഞൊരുങ്ങി സ്കൂളിൽ ചെന്ന അവിടുത്തെ ആൺകുട്ടികൾ പറയും നല്ല ക്യൂട്ടാണല്ലോ, നല്ല ബ്യൂട്ടിയാണല്ലോ, ഒക്കെ പുതിയ ട്രെൻഡിനനുസരിച്ച് പുതിയ സ്ലാങ്ങിൽ അവരെന്ത് ചെയ്യും? പറയും. പക്ഷെ നമ്മൾ പറയില്ല, കോലം കണ്ടാൽ മതി അറിയും അല്ലേ? അണിഞ്ഞൊരുങ്ങി കണ്ടാ വല്ലേ മറ്റേ എന്തൊക്കെയാ പറയാ അല്ലേ? എന്നാൽ ബാക്കിയുള്ള അതല്ലേ പറയാ. അപ്പം അതൊക്കെ ഒരു പ്രശ്നമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഈവൻ കളിക്കുന്ന ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇന്ന് എത്ര ഗോൾ അടിച്ചു വെച്ചാൽ അതൊരു സ്കിൽ തന്നെയാണല്ലോ അല്ലേ? കുട്ടി പാട്ട് പാടുന്നു, അതൊരു കൈവന്യല്ലേ? പ്രസംഗിക്കുന്നു, അതൊരു കൈവന്യല്ലേ? വരക്കുന്നു, ഈ വരച്ചിട്ടെന്ത് കാര്യം? പഠിച്ചാൽ വരക്കുമോ? പഠിച്ചാൽ വരക്കൂലല്ലോ. വേറെ തന്നെയാണ്, പഠനം വേറെ തന്നെയാണ്. ഒന്നില്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ല എന്ന് പറയരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉള്ളതായിട്ട് അംഗീകരിക്കാനും ഇല്ലാത്തത് ആ നിലയ്ക്ക് നമ്മൾ കാണാനും
ശ്രമിക്കുക, മക്കളെ പോസിറ്റീവ് പറയുക. ഇതൊക്കെ മക്കളെ ആഗ്രഹിക്കണമാണ്. പാരൻസ് പോസിറ്റീവ് പറയണം. വീട്ടിലെല്ലാ പണിയും ഞാൻ ചെയ്തു കൊടുക്കും, പക്ഷേ ഒരു നല്ല വാക്ക് പോലും പറയില്ല എന്നൊരു കുട്ടി പറഞ്ഞു. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഹലാലായിട്ട് അവർക്കുള്ള ആസ്വാദനത്തിലുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതുപോലെ അവരുടെ എനർജി പാഴായി പോകാതിരിക്കാൻ നല്ല നല്ല സ്കിൽസ് അവരിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവരുടെ സമയം വേസ്റ്റ് ആകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അവരുമായിട്ട് നല്ല ഒരു ബന്ധം, പരസ്പരം കൂടിയാലോചന. അല്ല, യൂസുഫ് നബി സ്വപ്നം കണ്ടിട്ട് ആദ്യം ചെന്നിട്ട് ആരോടെ പറഞ്ഞ് ബാപ്പാനോട്, ബാപ്പ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ ബാപ്പ പറഞ്ഞ ആരോടും പറയത്തിട്ട് പറഞ്ഞു. അല്ലേ? അതാണ് ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധം, ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. ചില ആൾക്കറിയാം ഒന്നും പറയില്ല, ഓൾ എന്താ അറിയില്ല എന്ന് പറയും. എന്താ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ജോ മുണ്ടാന്നാ എന്നു തന്നെ എന്ന് പറയണ്ടാവും ചിലപ്പം. അപ്പോൾ അത് പറച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരണം. അവരെ കേൾക്കാനും അവരെ അറിയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിയുമ്പോൾ അവർ നമ്മളായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. പിന്നെ നമ്മൾ അവരുടെ കൂട്ടുകാർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ കാഴ്ചകൾ, അവരുടെ കേൾവികൾ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ സ്കൂളിലെ അന്തരീക്ഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇസ്ലാമികമായ അന്തരീക്ഷം. കുട്ടികൾ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇപ്പം നമസ്കാരത്തിൻ്റെ രൂപം ഉണ്ടെങ്കിൽ കണ്ടിരണ നിസ്കരിക്കണ കോലം രൂപമൊക്കെ കാണിക്കണ ഒരു ബുക്കാണത്. അതൊരു ബുക്കായിട്ട് തന്നെ ഇറങ്ങണമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ അതിലുണ്ട്, നിസ്കരിക്കണ രൂപവും അതിൻ്റെ പ്രാർത്ഥന ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ കുട്ടികൾ വേഗം ചെറിയ കുട്ടികളാണെങ്കിൽ 1, 2, 3, 4 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് ബുക്സ് നമ്മൾ കുട്ടികളെ കൊണ്ടിട്ട് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ മുതിർന്ന കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബുക്സുകൾ വാങ്ങുക. അങ്ങനെ നമ്മൾ ഓരോ ഏജിനനുസരിച്ചുള്ള നല്ല സാധനങ്ങൾ, വസ്തുക്കൾ, സംഗതിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക. പിന്നെ പീസ് റേഡിയോ നല്ലൊരു അവസരമാണ്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. കുട്ടികൾക്ക് ഇഷ്ടം പോലെ പരിപാടികൾ പങ്കെടുക്കാൻ പറ്റും. പെരുന്നാളായാലും നോമ്പായാലും ഏതാണെങ്കിലും അറബിക് ഡേ ആണെങ്കിലും എന്താണെങ്കിലും കുട്ടികൾക്കാണ് ഏറ്റവും സ്കോപ്പുള്ളത്. അപ്പോൾ ആ കുട്ടികളെ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പങ്കാളികളാക്കുക, ദീനുമായിട്ട് ബന്ധപ്പെടുത്തുക, ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കൂട്ടുകാരോടൊപ്പം നടക്കാൻ അവരെ പ്രേരിപ്പിക്കുക, കൂട്ടുകാരോടൊപ്പം നടക്കാൻ അവരെ പ്രേരിപ്പിക്കുക, ദഅ്വ രംഗത്ത് അവരെ സജീവമാക്കുക. പിന്നെ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറയാം, മകനെ, എൻ്റെ രാത്രി നിസ്കാരം ഇത്രയും അധികം നീളുന്നത് നെജ്ജുള്ളതുകൊണ്ടാണ്. എന്താ? സുജൂദിലെത്തുമ്പോൾ മൂപ്പർക്ക് മകന് ഓർമ്മ വരും. പിന്നെ സുജൂദ് മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീണ്ടു പോകും. അങ്ങനെ രാത്രി ഫുള്ളൊക്കെ നിസ്കരിച്ച് പോകുന്നു. അപ്പം നമ്മളെന്ത് വെച്ചാൽ പ്രാർത്ഥിക്കണം കണ്ട്. പക്ഷേ നമ്മുടെ മക്കൾ എന്താകണം, എന്തായിക്കൂടാ, നമുക്ക് ഒരുപാട് ആദിയില്ലേ? പടച്ചോണ് പറഞ്ഞാൽ പോരെ? മനസ്സറിഞ്ഞ് നമുക്കുള്ള ആദികൾ എണ്ണി പടച്ചോണ്ട് പറയാം. കുട്ടികളെ കുറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മൾ എണ്ണി പടച്ചോനോട് പറയാം. ആ കുട്ടികളുടെ ഭൗതികതയ്ക്ക് വേണ്ടിയും അവരുടെ ദീനിന് വേണ്ടിയും ഒക്കെ പറയാം. നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, നിനക്ക് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ട ഒരു പാരൻ്റ് എന്നുള്ളത് അവരെന്നെ മനസ്സിലാവും. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യേണ്ടത്, മതപരമായിട്ട് എല്ലാ ഹെൽപ്പും ചെയ്യേണ്ടത്, എൻ്റെ ഒപ്പിയും എനിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടേണ്ടത്, നല്ലോണം പ്രാർത്ഥിക്കേണ്ടത്, അവരുടെ മനസ്സ് മുഴുവൻ ഞാനാണ് എന്നവർക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും നമ്മൾ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, തിന്മക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൊട്ടിയടക്കുക എന്നുള്ളത് പിന്നെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ മക്കൾ നമ്മുടെ മാതാപിതാക്കളെ ഏത് നിലക്ക് കാണണം? ഒരു ചെടി ഇങ്ങനെ വളർന്ന് വലുതായി പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ച് ആളുകളെ മുഴുവൻ അട്രാക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ആരും അതിൻ്റെ വേരിനെക്കുറിച്ച് സംസാരിക്കാറില്ല. സത്യത്തിൽ ആ ചെടിയെ, ആ മരത്തെ പിടിച്ചു നിർത്തുന്ന വേരാണ്. ബിൽഡിങ്ങിൻ്റെ അടിത്തറ നോക്കിയിട്ട് വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ എന്നാരും പറയാറില്ല. ബിൽഡിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പുറത്തേക്കുള്ള നോക്കിയിട്ടാണ് ആളുകൾ എന്തായാലും അടിപൊളിയിലെ സൂപ്പറിലെ എന്നൊക്കെ പറയാം. സത്യത്തിൽ ആ ബിൽഡിങ് നിൽക്കുന്നത് അടിത്തറയിലാണ്. അടിത്തറ ആരും കാണാറില്ല. ഇതുപോലെ നമ്മളിങ്ങനെ 2 കാലിൽ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാരൻസാണ്. അതിനേക്കാൾ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഖുർആൻ അങ്ങനെ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഭാരത്തിന് മേൽ ഭാരം ചുമന്നിട്ടാണ് നിന്റെ മാതാവ് ഗർഭം ചുമന്നതും 2 കൊല്ലം മുലയൂട്ടിയതും പോറ്റി വളർത്തിയതും. അല്ലേ? ഉമ്മ ശാരീരികമായി വേദനിച്ചപ്പോൾ ഉപ്പയാണ് മാനസികമായി വേദനിച്ചത്. അല്ലേ? ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു ചിത്രം, അതായത് ഒരു കൊട്ടയിൽ കുട്ടി, അമ്മയും കുട്ടിയും, മഴക്കാലാണ്,
ആ അമ്മ ആ ചെമ്പിലാണ്, ഒരു ചെമ്പിൽ അമ്മയും കുട്ടി ആ ചെമ്പിലാണ്. അമ്മ കൊട ചൂടിയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഏതാണ്ട് ഷോൾഡർ വരെ വെള്ളത്തിൽ മുങ്ങിയിട്ട് പിതാവുണ്ട്. ആ പിതാവിൻ്റെ തലയിലാണ് ഈ കുട്ടി അമ്മ ഇങ്ങനെ സുരക്ഷിതമായിട്ട് പോണത്. നിങ്ങളെന്താ സഹിച്ച്, എൻ്റെ അമ്മയല്ലേ വേദനിച്ച് എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ആ പോസ്റ്റിലെത്തുമ്പോൾ മനസ്സിലാവും. രണ്ടുപേരും ഒരുപോലെ വേദനിച്ച്, ഒരുപോലെ കഷ്ടപ്പെട്ട്, ഒരുപോലെ ഉറക്കമൊഴിച്ച്, ഒരുപോലെ ടെൻഷൻ അടിച്ച്, ഒരുപോലെ അധ്വാനിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായത്. ഇത് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, അമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും. ഇനി മരിച്ചുപോയ ആൾക്കാർക്കും അവർ ഖബറിലാണ്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് അവർക്കൊരു ആശ്വാസമാകേണ്ടത്. പക്ഷെ നമ്മളെ കൊണ്ട് എന്താ ഉപകാരമുള്ളത്? ഖബറിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, എന്താ അതിന് കാരണം? നിൻ്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ പാരൻസ് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അവർക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അള്ളയും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് വഖള റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അതാണ് അള്ളാൻ്റെ കടപ്പാട് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. അവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരുടെ ആഗ്രഹങ്ങൾ നാം അറിയണം. അവരെ നമ്മൾ പേടിപ്പിക്കരുത്. മുടിയൊക്കെ ഇങ്ങനെ കുമ്പിച്ച് വന്നാൽ ഉമ്മാക്ക് പേടിയാവും, ഉപ്പാക്ക് പേടിയാവും. ഇതേതോ കഞ്ചാവ് ടീം പെട്ടോ പഠിച്ചോനെ, എന്തെങ്കിലും പ്രേമത്ത് പെട്ടോ, മകളെ വർത്താനൊക്കെ മാറുണ്ടല്ലോ, അവളെ ഫോണിൽ കണിയൊക്കെ ഇതാകുണ്ടല്ലോ, എന്തൊരു ഹൈഡിങ് തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ പരിപാടി, ഒറ്റയ്ക്ക് ഫോണും കൊണ്ട് പായണ പരിപാടി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അവരെ നമ്മൾ പേടിപ്പിക്കരുത്. തുറന്ന പുസ്തകമായിരിക്കണം. നമ്മൾക്ക് ഒരു ഉടായ്പില്ല എന്നുള്ളത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. നമ്മുടെ വേഷവും നമ്മുടെ രൂപവും നമ്മുടെ സംസാരമൊക്കെ ദീനീയായിരിക്കണം. എന്താ ഒരു പെണ്ണിൻ്റെ വേഷം, ഒരു ആൺകുട്ടിയുടെ വേഷം? അള്ളാഹു റസൂൽ കറക്റ്റ് പറഞ്ഞല്ലേ. ചില കുട്ടികളെ കാണുമ്പോൾ ഞമ്മക്കന്നെ ഭയങ്കര സ്നേഹം തോന്നും. അത് നാച്ചുറലി മുടിയൊക്കെ വെട്ടി വാർന്നൊതുക്കി നെരിയാൻ്റെ മുകളിൽ പാൻറ്റ് ധരിച്ച് നല്ല ഷർട്ടും നല്ല പാൻറ്റും. എന്ത് വൃത്തിയാണ്! ഇപ്പം ഇറങ്ങണ പാൻറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്താ? ബാഗി ജീൻസാണ് ആൺകുട്ടിയൊക്കെ പെൺകുട്ടിയൊക്കും. ഒരേ ഷർട്ട്, ഒരേ കുപ്പായം, ഒരേ ഷൂ, ഒരേ രൂപം. ഓനും എയർബൻഡ്, ഓക്കും എയർബൻഡ്. ആണിനും പെണ്ണുങ്ങളെ മാരുത്ത മുടി. എന്നിട്ട് അതിന് ഫത്വ, നബി മുടി വളർത്തിയിരുന്നോ അല്ലേ? എന്നിട്ട് അതിന് ഫത്വയും ചോദിച്ച് നടക്കുക. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് നമ്മുടെ ഈമാനിനെയും നമ്മുടെ സൂക്ഷ്മതയെയും ഒക്കെ എടുത്തു കാണിക്കും. ബോഡി നെവർ ലൈ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഒരു പുസ്തകമുണ്ട്. ബോഡി നെവർ ലൈ. നുണ പറഞ്ഞ മുഖത്തൊന്നും അറിയില്ലേ ചിലപ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെയാണ്. ബോഡിക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ ബോഡി റിഫ്ലക്റ്റ് ചെയ്യും എന്താണ് മനസ്സിലുള്ളത് എന്നുള്ളത് ബോഡി പുറത്ത് കാണിക്കും. അപ്പോൾ അതാണ് നമ്മളെ വേഷത്തിലും കാര്യത്തിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ കാണുമ്പോൾ രക്ഷിതാക്കൾക്കൊരു ആദി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രായം മാറിയേക്കാം, നമ്മുടെ ജനറേഷൻ വേറെ ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുറികളൊക്കെ വേറെ ആയിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കുന്നത് വേറെ ആയിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഉമ്മയും ബാപ്പയും അവർ ഏറ്റവും പ്രഷ്യസാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. എന്താ റസൂൽ പറഞ്ഞത്? റിള റബ്ബി ഫി റിളൽ വാലിദൈൻ സഖ്തുർ റബ്ബി ഫി സഖ്തിൽ വാലിദൈൻ. നിൻ്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാൻ്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് അള്ളാൻ്റെ കോപം. അത്രയും ഇമ്പോർട്ടൻസ്. അള്ളാൻ്റെ കോപം, അള്ളാൻ്റെ ഇഷ്ടം, അത് ഉമ്മയിലും ബാപ്പയിലുമാണ് പറയുമ്പോൾ ആ സ്ഥാനം ഫ്രണ്ടിനുണ്ടോ? ആ സ്ഥാനം വ്ളോഗർക്കുണ്ടോ? ആ സ്ഥാനം ഞമ്മക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പാരൻസിന് നമ്മൾ എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് ആ നിലക്ക് ചെയ്തു കൊടുക്കും. ഷോക്ക് കൊടുക്കുക. അപ്പം ചില കുട്ടികളാച്ചേക്ക് അതായത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാ പ്രൊസീജിയറും കടന്ന് എല്ലാവരോടും കല്യാണം പറഞ്ഞ് കല്യാണത്തിന് തലേ ദിവസം ഓളെ കാണാനല്ല. എന്നിട്ട് കാമുകൻ്റെ കൂടെ പോയിട്ട് അപ്പുറത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യുക. എന്താണ് അവൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്നത്? അവനിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നല്ലേ? ഉണ്ടാവില്ല. മനസ്സിലല്ലേ? ഇഷ്ടപ്പെട്ട് പ്രണയിച്ച ഒരുത്തന് കള്ളും കഞ്ചാവും MDMA ആണ് പറഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പയും പറഞ്ഞു വേണ്ട മോളെ മാറിക്കള എന്ന് പറഞ്ഞപ്പോൾ കാരണം കിട്ടിപ്പോകുന്ന സുഖം അങ്ങനെയാണ്. അള്ളാഹ് അനുവദിച്ചിട്ടില്ലെങ്കിലും അവിഹിതമായിട്ട് ഒരുപാട് അവർ സുഖിച്ച് രസിച്ച് രമിച്ച് പലയിടങ്ങളിലൂടെ കറങ്ങി നടന്ന് റൂം വാടകയ്ക്കെടുത്ത് ശരീരം പങ്കുവെച്ചപ്പോൾ സുഖം അറിഞ്ഞു. അതുകൊണ്ട് ഇനി ഉമ്മയും ബാപ്പയും എന്ത് ഉമ്മയും ബാപ്പയും
എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ സുഖമല്ലേ, എൻ്റെ രസമല്ലേ, നിങ്ങൾ എൻ്റെ ഫീൽ എന്താ കാണാത്തത്? എൻ്റെ ലൈഫ് ലോങ് ഫീലാണ് ഉമ്മയും ബാപ്പയും കാണുന്നത്, എൻ്റെ ഇപ്പത്തെ ഫീലല്ല. ഇപ്പം പ്രായത്തിൻ്റെ പ്രസരിപ്പാണെന്നവർക്ക് നല്ലോണം അറിയാം. ലൈഫ് ലോങ് ഫീലും ലൈഫ് ലോങ് ഹാപ്പിനെസ്സുമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ വേണ്ടാന്ന് പറയണേ. പക്ഷെ മനസ്സിലായില്ല, ഇറങ്ങിപ്പോയി. 3 കൊല്ലം കാമുകൻ്റെ കൂടെ ജീവിച്ച് കാച്ചറി അടിയും കുത്തും ബക്കാണും ഒരു കുട്ടിയായി. ഇതൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഉമ്മയും ബാപ്പക്കും ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും അല്ലേ? കാമുകിക്ക് വേണ്ടി ഉമ്മനെ കൊന്ന് ആ ഹൃദയവുമായിട്ട് ഓടുമ്പോൾ മറിഞ്ഞു വീണ മകനോട് ഉമ്മൻ്റെ ഹൃദയം ചോദിച്ചു പറഞ്ഞല്ലേ, മകനെ നിനക്കെന്തെങ്കിലും സംഭവിച്ചോ മകനെ? അതാണ് ഉമ്മൻ്റെ മനസ്സ്. ഒപ്പയും ഉമ്മയും തിരിച്ചു കൊണ്ടെന്ന് വീട്ടിൽ താമസിക്കുക. അപ്പോഴാണ് മറ്റോൻ വിളിക്കണേ, പിന്നെ നമുക്ക് എന്തായാലും പിരിയാം, സലാം പറഞ്ഞ് പിരിയാം. അങ്ങനെ ഈ റമദാൻ മാസത്തിൽ നോമ്പറക്കാൻ നേരത്തും വന്ന് നോമ്പറന്ന് ചോറും വെച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ കത്തിയെടുത്ത് കുത്തിക്കൊന്ന് നമ്മുടെ നാട്ടിൽ അല്ലേ. ഓൻ്റെ ചങ്ങായി ആരാ? ഉമ്മനെ കൊന്നോൻ. ഉമ്മനെ കൊന്നോനാണ് ചങ്ങായി. അപ്പം നമ്മൾ ഭാര്യനെങ്കിലും കൊല്ലണ്ടേ? എന്തേ? ആവോളം ആവും വിധം എല്ലാവരും പറഞ്ഞതാ വേണ്ടാന്ന്. പ്രായത്തിൻ്റെ വികാരമാണ്, ലൈംഗിക ചൂഷണമാണ്, ദുരുപയോഗമാണ്. അള്ളാൻ്റെ ബർക്കത്തുണ്ടാവില്ല. ഇസ്ലാം പറഞ്ഞ വഴിയല്ല. ഉമ്മൻ്റെ ഇപ്പൻ്റെ തൃപ്തിയില്ല. കുടുംബക്കാരും എൻ്റെ ഒപ്പം ഉണ്ടാവില്ല. ആരും അടച്ചോൻ തന്നെ മതി. എന്നിട്ട് എന്തായി അവസാനം? ഓൻ്റെ കൈ കൊണ്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. മരിക്കുന്നതിന് മുമ്പ് ഓളെന്താ പറഞ്ഞ്? എനിക്ക് ഓനെ വേണ്ട, ഞാൻ എൻ്റെ കുട്ടീനെയും കൊണ്ട് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ആ അവസ്ഥ അങ്ങനെ വിചാരിച്ചിനോ? ചെറുപ്പത്തിൽ വിചാരിച്ചിനോ? നമ്മൾ കുട്ടികളോട് ചോദിക്കണ്ട്, ഇവനെ കെട്ടാൻ വിചാരിച്ചിനോ? ഇല്ല. പിന്നെ ഇങ്ങനെ ഇപ്പം ഉണ്ടായത്? ഓനെ നോക്കി കുറേ നോക്കിയപ്പോൾ ഇഷ്ടമായി, പിന്നെ അങ്ങനെ ആയി, ഇനി ഒന്നെ മതി. അപ്പോൾ അങ്ങനെ ആയതാണ്, അല്ല ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചല്ല. കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ടായി. അവസാനം അവൻ തന്നെ മതിയെന്ന് വാശി പിടിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഉമ്മൻ്റെയും ബാപ്പൻ്റെയും തൃപ്തി ഇല്ലാത്തവൻ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ അനുഭവിക്കും ഈ ദുനിയാവ് തന്നെ. അതുകൊണ്ട് മക്കളോട് പറയാനുള്ളത്, നമ്മുടെ പാരൻസാണ് നമുക്ക് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ളത്. അവരുടെ സ്നേഹവും അവരുടെ കരുതലും അവരുടെ പ്രാർത്ഥനയും അവരുടെ തൃപ്തിയും നമുക്ക് ഇല്ലാതെ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കൈയടിച്ചിട്ടും കാര്യമല്ല. അതൊരു നാശത്തിലേക്കുള്ള വളർച്ചയായിട്ട് മാറും. അതുകൊണ്ട് രക്ഷിതാക്കൾ, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമാക്കി മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാ ഖൈറും ബറക്കത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിനുണ്ടാകും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കടമകളും കടപ്പാടുകളും വൃത്തിക്ക് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് നാം ഈ പറയുന്ന സന്തുഷ്ടകരമായൊരു ജീവിതം ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ പ്രയാസങ്ങളുണ്ടാവും, കാരണം ഇത് ദുനിയാവാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലും നമുക്ക് ഒരുമിച്ച് കൂടണം എന്നതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള പഠനങ്ങൾ നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടുവരിക. കുടുംബങ്ങളിൽ സമാധാനം വിതയ്ക്കുന്നതിൽ വലിയ പങ്ക് പീസ് റേഡിയോ സംവിധാനത്തിനുണ്ട്. 24 അവേഴ്സും ദീന് പഠിക്കാനുള്ള ഒരു വലിയൊരു അവസരം പടച്ചിറപ്പ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു പീസ് റേഡിയോ എന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായി കേൾക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ഉറപ്പിക്കുക. എല്ലാവരും ഫോണിലും അതുണ്ടാവും, പക്ഷേ കേൾക്കുന്നുണ്ടാവില്ല. അത് കേൾക്കാൻ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറോ മറ്റോ സംവിധാനിച്ച് വെച്ച് നമ്മൾ അത് കേൾക്കാൻ, നമ്മുടെ കുട്ടികൾ അതിൻ്റെ ഭാഗമാക്കാൻ. വൈകുന്നേര സമയത്ത് കുട്ടികളുടെ ലൈവാണ്, ഈവനിങ് ലൈവ് കുട്ടികൾക്കുള്ളതാണ്. അതിലൊക്കെ കുട്ടികളെ പാർട്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട് നീളെ നമുക്ക് ധാരാളം പരിപാടികളും പദ്ധതികളുമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാവുക. കുടുംബസമേതം ദീന് കേൾക്കുക. ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, പക്ഷേ അവരൊക്കെ പലപ്പോഴും ഇത് ശ്രദ്ധിക്കണില്ലെങ്കിലും ചിലതൊക്കെ അവിടെ മനസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, തറച്ച് കയറിയിട്ടുണ്ടാവും. അത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ പറയും, മൗലവി അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുടുംബസമേതം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന് വിജ്ഞാന വേദിക്ക് പബ്ലിക് സ്പീക്കുകൾക്ക് സമ്മേളനങ്ങൾക്കൊക്കെ വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ അഡോളസൻസിലെത്തിയ കുട്ടികൾ, അവരോട് ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കും, അവർക്ക് ദേഷ്യം ഇതൊക്കെ തോന്നുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ പ്രായക്കാർക്കുള്ള സ്പെഷ്യൽ പരിപാടികളുണ്ടാവും. അത്തരം പരിപാടികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ പങ്കെടുപ്പിക്കുക, ദഅവത്തിൻ്റെ ഭാഗമാക്കിക്കുക. അവിടെയാണ് നമ്മുടെ ഈ വരുന്ന സമ്മേളനം. ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ തന്നെയാണ് സമ്മേളനം നടക്കുന്നത്. കുട്ടികൾക്കുള്ള 8ാം ക്ലാസ്സിന് മീതെയുള്ള കുട്ടികൾക്കുള്ള സമ്മേളനമാണ്. അപ്പോൾ നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കുട്ടികളെയും നമ്മളതിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടി മാത്രം പോരാ, നമ്മുടെ കുട്ടീൻ്റെ ഫ്രണ്ടില്ലേ, ഓനും കൂടെ അവിടെ എത്തിക്കണം.
നമ്മുടെ മോളുടെ ഫ്രണ്ടിൽ അവളെയും കൂടെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാരൻസിനെയൊക്കെ ഒന്ന് ക്യാൻവാസ് ചെയ്യണം. മുതിർന്ന ആൾക്കാരെ വീടുകളിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് അതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ളൊരു ശ്രദ്ധ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും കുട്ടികളെക്കുറിച്ച് ആധികൾ നിറയുന്ന കാലത്ത് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതേ കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തുണയേകുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമുക്ക് പടച്ചറബ് നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വർഗീയതയും വിതയ്ക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അതിനെല്ലാം അല്ലാഹു വിപരീതമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന പലസ്തീനികളെപ്പോലുള്ള ആളുകൾ അല്ലാഹുവർക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചാരത്ത് മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ദീനി ബോധമുള്ള പണ്ഡിതന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ നല്ല കഴിവുറ്റ മക്കളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു നല്ല കഴിവും നല്ല ദീനും പ്രാപ്തിയും ശേഷിയും പക്വതയും പാകതയും വിവേകവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും വേണ്ടി നശിപ്പിച്ച് കളയുന്ന യൗവനങ്ങളല്ലാത്ത നല്ല യുവാക്കളായ മക്കളാക്കി അല്ലാഹു അവരെല്ലാവരെയും മാറ്റുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സമാധാനവും സന്തോഷവും വിതയ്ക്കുമാറാവട്ടെ. പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളെയും തൊട്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദിക്റും ദുആയും നമസ്കാരവും ഇബാദത്തും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഭവനമാക്കി അല്ലാഹു നമ്മുടെ ഭവനത്തെ മാറ്റുമാറാവട്ടെ. കുടുംബ ബാധ്യതകളെല്ലാം വൃത്തിക്ക് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നല്ല അയൽപ്പക്ക ബന്ധത്തെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നല്ല കുടുംബ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.